الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون قال الله عز وجل ابكوا فإن لم تجدوا بكاء فتباكوا أو كما قال رسول الله يا رب إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم إن كان لا يرجوك إلا محسن فمن الذي يدعو ويرجو المجرم ما لي إليك وسيلة إلا الرجاء بجميل عفوك ثم أني مسلم وما توفيقي إلا بالله عليه توكلت وإليه أنيب ഉമ്മപങ്ങന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, കണ്ണീരും ചിരിയും എന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസം നാം തുടങ്ങി വച്ചത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിനെ ഇബാദത്തായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മുന്തിയതുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം വാഴ്ത്തിപ്പറഞ്ഞ കണ്ണുനീർ സമൂഹത്തിൽ നിന്ന് തീർത്തും വറ്റിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ചിരിയിൽ മുഴുകി, തമാശയിൽ മുഴുകി, ഫലിതത്തിലും നർമ്മത്തിലും മാത്രം സമയം കണ്ട് വേണ്ടാത്ത സംസാരങ്ങളിൽ ലയിച്ച് വെറും സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആനന്ദത്തിലും കഴിഞ്ഞുകൂടുന്ന സമൂഹത്തിൽ എന്താണ് ചിരിയുടെ സ്ഥാനം, എന്താണ് കണ്ണുനീരിൻ്റെ വില, ഇതറിയിക്കുന്നതിനുള്ള പ്രത്യേകമായ പ്രചോദനമാണ് ഈ വിഷയം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. കഴിഞ്ഞ ദിവസം കണ്ണുനീരാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാരെ തുടർന്ന് ജീവിക്കുന്നതിൽ അള്ളാഹു തആല ഹിദായത്ത് നൽകി പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് ആദരിച്ചിട്ടുള്ള മഹത്തുക്കൾ ഇവരുടെ സ്വഭാവമെന്നും പകരം ചിരിയും തമാശയും കളിയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതും വിവരിച്ചിട്ടുള്ളതും അവിശ്വാസികളുടെയും നരകക്കാരുടെയും സ്വഭാവമാണെന്നും നാം വിവരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ ചിരിക്കുന്നവരെന്നും ചിരിച്ചു കളിക്കുന്നവരെന്നും പറഞ്ഞിട്ടുള്ളതൊക്കെയും അവിശ്വാസികളെ സംബന്ധിക്കുന്ന ഭാഗത്ത് അവരെ ഇകഴ്ത്തുന്നതിനും അവരെ കുറ്റപ്പെടുത്തുന്നതിനും ആക്ഷേപിക്കുന്നതിനും മാത്രമാണ്. എന്നതിനർത്ഥം എല്ലാത്തരം ചിരിയും നിഷിദ്ധമാണ്, നിരോധിക്കപ്പെട്ടതാണ്. ചിരിച്ചുകൂടാ, വാ തുറന്നുകൂടാ, നർമ്മം പാടില്ല, ഫലിതം പാടില്ല, തമാശ പാടില്ല എന്നല്ല. അവിശ്വാസികളുടെ ചിരിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റപ്പെടുത്തിയതും ആക്ഷേപിച്ചതും രണ്ടു കാര്യത്തിലാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ കലാമിനെയും ആയാത്തുകളെയും ദീനിൻ്റെ അഹ്കാമുകളെയും പറയുമ്പോൾ തമാശയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ചിരി. മറ്റൊന്ന്, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ
ഈ ലോകവുമായി ബന്ധമില്ലാതെ ഈ ലോകത്തെ സംഗതികൾ പലപ്പോഴും ചിന്തിക്കാതെ ഓർക്കാതെ ഒരുപക്ഷേ ദുന്യാവിൻ്റെ സംഗതികളെക്കുറിച്ച് അറിവ് പോലുമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ ഇവരെന്തുതരം പടപ്പുകൾ, ഇവരെങ്ങനെ അബദ്ധത്തിൽപ്പെട്ടുപോയി, ഇവരെങ്ങനെ കുടുങ്ങിപ്പോയി എന്നിങ്ങനെ അവിശ്വാസികളെയും നല്ല നടപ്പുകാരെയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെയും പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടുമുള്ള ചിരി. ഈ രണ്ടു ചിരികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളുടെ ചിരികളായി, അവിശ്വാസികൾ ചിരിക്കുന്നതായി പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആ ചിരിയുടെ പേരിൽ മാത്രം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമെന്നും അങ്ങനെ തമാശയാക്കിയും കളിയാക്കിയും പരിഹസിച്ചും ചിരിച്ചതിനു പകരം വിശ്വാസികൾക്ക് ഇവരെ ചിരിക്കാനുള്ള വക അല്ലാഹു തആല നരകത്തിൽ കിടന്നവർ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് പോലും സ്വർഗത്തിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു ഒരുക്കി കൊടുക്കുമെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നാം പറഞ്ഞ അവസാനം. ഫലിതപ്രിയരായ രസിക ശിരോമണികൾ സമൂഹത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ ഇത് സമൂഹത്തിനൊരു അനുഗ്രഹമാണ്. കുഞ്ഞായൻ മുസ്ലിയാരും മങ്ങാട്ടച്ചനും എന്ന കഥ വളരെ കാലമായി നമ്മുടെ മലയാള ചരിത്രത്തിൽ മലബാറിൽ പ്രചാരത്തിൽ നേടിയിട്ടുള്ളതാണ്. അങ്ങനെ ഓരോരോ പ്രദേശത്ത്, മലയാള മണ്ണിൽ തന്നെ ഓരോരോ പ്രദേശത്ത് അവിടങ്ങളിൽ അറിയപ്പെട്ട രസിക ശിരോമണികളുടെ കഥകളും അവരുടെ ചരിത്രങ്ങളും അവരുടെ ഫലിതങ്ങളും ചിന്തോദ്ദീപകമായ നർമ്മോക്തി നിറഞ്ഞിട്ടുള്ള വാക്യങ്ങളുമൊക്കെ ഉദ്ധരിച്ചു പോരുക പതിവുണ്ട്. ഇത് സമൂഹത്തിന് അല്ലാഹു ചെയ്യുന്ന ഒരു മഹത്തായ അനുഗ്രഹമാണ്. തീരെ ചിരിക്കാത്തവരുണ്ടാകും, ചിരി തന്നെ മറന്നുപോയവരുണ്ട്. അല്ലാഹുവിൻ്റെ ഭക്തന്മാരായ ആളുകളിലുണ്ടാകാം, അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ തന്നെ ബുദ്ധിജീവികളായി നടിക്കുന്നവരിലും അങ്ങനെ ചിരിക്കാത്തവരുണ്ടാകാം. എന്നാൽ ചിരിക്കുടുക്കകളും സമൂഹത്തിൽ ധാരാളമുണ്ട്. വാ തുറന്നാൽ ചിരി, മുഖത്തു നോക്കിയാൽ ചിരി, സംസാരിച്ചാൽ ചിരി, നടക്കുന്നതൊക്കെ ചിരി. സിനിമാ താരങ്ങളിലും നാടകതാരങ്ങളിലും സർക്കസ് താരങ്ങളിലും കളികളിലും വിനോദങ്ങളിലുമൊക്കെ ഇത്തരക്കാർ കൂടും. സമൂഹത്തിലും അത്തരക്കാർക്ക് വല്ലാത്ത പ്രിയം കാണും. എല്ലാവരും അവരെ നിസ്സാരമാക്കുമെങ്കിലും അവർക്ക് പ്രിയം കാണും. സമൂഹത്തിൽ പ്രത്യേകിച്ചും അവരെ അംഗീകരിക്കും ആളുകൾ. ഈ തരത്തിലുള്ള രസിക ശിരോമണികൾ സമൂഹത്തിലെന്നും ഉണ്ടാകും. ഇത് അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഈ വൈരുദ്ധ്യത്തിലേക്ക് കൂടി ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് കരയിപ്പിക്കുന്നത് പോലെ തന്നെ ചിരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹുവിൽ നിന്ന് വരുന്ന ഒരു മഹത്തായ അനുഗ്രഹമാണ് ചിരിയും എന്ന് പഠിപ്പിക്കാൻ, കരച്ചിൽ മാത്രമല്ല ചിരിയും അല്ലാഹുവിൻ്റെ ഔദാര്യമാണെന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വൈരുദ്ധ്യങ്ങളെ ചേർത്ത് വെച്ച് പറഞ്ഞത്. മഹത്തുക്കളിലും അത്തരം പ്രകൃതക്കാരുണ്ടായിരുന്നു, സ്വഭാവക്കാർ. താബിഈങ്ങളിൽ പ്രമുഖരായി അറിയപ്പെടുന്ന രണ്ടു മഹാപണ്ഡിതന്മാരുണ്ട്. നൂറുകണക്കിന് സ്വഹാബികളെ കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള രണ്ടു മഹത്തുക്കൾ. ഒന്ന് ഹസനുൽ ബസരി, മറ്റൊന്ന് മുഹമ്മദ് ഇബ്നു സിരീൻ. ഒരേ കാലത്തുള്ള താബിഈങ്ങളിൽപ്പെട്ട ഈ രണ്ട് പ്രമുഖന്മാർ താബിഈ പ്രമുഖരാണെന്ന പോലെ തന്നെ താബിഈകളിൽ വെച്ച് ഏറ്റവും ഉന്നതരാണെന്ന പോലെ തന്നെ അവരുടെ പ്രകൃതം വിരുദ്ധമാണ്. ചേർത്തു പറയുന്ന രണ്ടാളുകൾ ഏതു കാലത്തും ഉണ്ടാകുമല്ലോ. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ സ്വഹാബികളിൽ വിരുദ്ധ പ്രകൃതക്കാരാണ്. ഇതേ രീതിയിൽ വിരുദ്ധ പ്രകൃതക്കാരായ രണ്ടു മഹത്തുക്കളെ താബിഈകളിൽ ചരിത്രം വായിക്കുന്നുണ്ട്, ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് ഇബ്നു സിരീൻ, അതുപോലെ തന്നെ ഹസനുൽ ബസരി. ഹസനുൽ ബസരിയുടെ സദസ്സിൽ ചിരിയേ പൊങ്ങില്ല. ചിരിക്കെതിരായ രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ബോധനം. പരലോക സംബന്ധിയായ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. ആത്മാവിൻ്റെ ഉത്കൃഷ്ടത്തെ സംബന്ധിച്ചു മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. പരലോകത്ത് സ്വർഗം കിട്ടേണ്ടതിനെക്കുറിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തക്കാരായി മാറുന്നതിനെക്കുറിച്ചും മാത്രമേ അദ്ദേഹം ചർച്ച ചെയ്യൂ. അവിടെ ചിരിക്കു സ്ഥാനമില്ല. അതേസമയം അക്കാലത്തു തന്നെയുള്ള താബിഈ പ്രമുഖരായ മുഹമ്മദ് ഇബ്നു സിരീൻ എന്നിവരുടെ സദസ്സിലോ അവിടെ ദുന്യാവിൻ്റെ ചർച്ചകളും ദുന്യാവിൻ്റെ സംഭവങ്ങളും പറയും, അക്കൂട്ടത്തിൽ ചിരിയും ഉണ്ടാകും. ഇതുകൊണ്ടു തന്നെ മുഹമ്മദ് ഇബ്നു സിരീൻ എന്നിവരോട് മരിക്കുന്നത് വരെ അതൃപ്തിയായിരുന്നു ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന് എന്നതും ഒരു ചരിത്ര സത്യമാണ്. മുഹമ്മദ് ഇബ്നു സിരീനും ഹസനുൽ ബസരി തങ്ങളും വളരെ കാലം അവർ അകന്ന് ജീവിക്കുന്നവരായിരുന്നു. രണ്ടുപേരും രണ്ട് പ്രകൃതക്കാരായതുകൊണ്ട് തന്നെ കാരണം ഒരാൾക്ക് അപരൻ്റെ പ്രകൃതം ഇഷ്ടമായിരുന്നില്ല. എന്നാലും സമൂഹം അവരെ വിലയിരുത്തിയത്, പണ്ഡിതന്മാർ അവരെ വിലയിരുത്തിയത് രണ്ടുപേരും തുല്യരും, രണ്ടുപേരും സമൂഹത്തിൽ ആവശ്യമുള്ളവരുമെന്നാണ്. അറബ് ശാസ്ത്രത്തിൽ, ഭാഷാശാസ്ത്രത്തിൽ തഖ്യീറിൻ്റെ
രണ്ടും ഇഷ്ടം പോലെ ചെയ്യാം, രണ്ടും ഒരുപോലെയാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൊച്ചു ചെറിയ വാക്യമാണ്, ഒരക്ഷരമാണ് ഔ. സംജ്ഞാവാക്യം രണ്ടെണ്ണം സമന്വയിപ്പിച്ച് പറയുമ്പോൾ അതുഫ് ചെയ്യുമ്പോൾ പറയുന്ന ഔ. ഈ ഔ പരിചയപ്പെടുത്താൻ ഭാഷയിൽ സാധാരണ പറയപ്പെടുന്ന ഉദാഹരണം ജാലിസിൽ ഹസന അബിബ്നു സീരീന. നീ ഹസനിന്റെ സദസ്സിൽ പോയിരുന്നോ അല്ലെങ്കിൽ ഇബ്നു സീരീന്റെ സദസ്സിൽ പോയിരുന്നോ, രണ്ടും തുല്യമാണ്, നിനക്ക് രണ്ടും തിരഞ്ഞെടുക്കാം, രണ്ടും ഒരുപോലെയാണ്. വാസ്തവത്തിൽ ഒരു സദസ്സിൽ ചിരിയാണ്, ഒരു സദസ്സിൽ വെറും ചിന്തയും കരച്ചിലുമാണ്. ചിരി കൊണ്ട് ചിന്തിപ്പിക്കുന്ന മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചിന്തിച്ച് കരയിപ്പിക്കുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതത്തിൽ നിന്നും വ്യത്യസ്തനാണ്. എങ്കിൽ രണ്ടു സദസ്സും മാന്യമായി ഒരേപോലെയാണ് സദ്വൃത്തർക്ക് തിരഞ്ഞെടുക്കാനെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഉദാഹരണം, ചെറിയ കൊച്ചു കിതാബുകൾ ഭാഷ പഠിപ്പിക്കുമ്പോൾ അതിൽ പറയുന്ന ഉദാഹരണമാണ് ജാലിസിൽ ഹസന അബിബ്നു സീരീന. ഒന്നുകിൽ നീ ഹസന്റെ കൂടെ ഇരുന്നോ അല്ലെങ്കിൽ ഇബ്നു സീരീന്റെ കൂടെ ഇരുന്നോ, രണ്ടു സദസ്സും ഒരുപോലെയാണ്, രണ്ടും എനിക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം എന്ന്. ഇങ്ങനെയാണ് സമൂഹത്തിന്റെ പൊതു നിലപാട്. ഇത് കേവലം ഇന്നത്തെ സമൂഹമല്ല. പണ്ഡിതന്മാരും വിദ്വാൻമാരും ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വിജ്ഞന്മാരും ആരിഫീങ്ങളും നിറഞ്ഞിട്ടുള്ള സമൂഹം, ജ്ഞാനികൾ നിറഞ്ഞ സമൂഹം, ആ സമൂഹത്തിന്റെ വിലയിരുത്തലാണിത്. ഇങ്ങനെ വിലയിരുത്തുമ്പോൾ ചിരിയും കരച്ചിൽ പോലെ തന്നെ ആവശ്യമാണെന്നും ഇസ്ലാം അതിനെ നിരാകരിക്കുന്നില്ലെന്നും പ്രകൃതിപരമായ ആ ഗുണത്തെ തീർത്തും ഇല്ലാതാക്കാനോ ചിരിയുടെ കാരണങ്ങളെ ഇല്ലാതാക്കാനോ ചിരിക്കുടുക്കുകളെ തീർത്തും ബഹിഷ്കരിക്കാനോ ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നില്ല എന്നും നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ ഈ ഇബ്നു സീരീൻ തന്നെ പകലിൽ അധ്യാപനം നടത്തുന്ന സദസ്സിൽ ചിരിയും തമാശയും പറഞ്ഞുകൊണ്ടിരിക്കും, ദുന്യാവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ ഒറ്റയ്ക്ക് രാത്രിയിൽ കഴിഞ്ഞുകൂടിയിരുന്നത് വെറും കരച്ചിലായിരുന്നു എന്നാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കരയുക, പരസ്യമായി ചിരിക്കുന്നതിനു പകരം അതിനെ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥ വെറും കരച്ചിലായിരുന്നു. ജനകീയമായി ജനങ്ങൾക്ക് മുമ്പിൽ, സാധാരണക്കാർക്ക് മുമ്പിൽ അവരുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന, തൊണ്ടയിൽ കെട്ടിക്കുന്ന തരത്തിലുള്ള കരച്ചിലല്ല അഭികാമ്യം. അവർക്ക് ചിരിക്കാൻ അവസരം നൽകണം, അവർക്ക് ചിരിക്കാൻ സ്വാതന്ത്ര്യം നൽകണം. അതേസമയം സ്വന്തം ജീവിതത്തിൽ ചിന്തിക്കാനും ആലോചിക്കാനും അവസരം തനിച്ച് കിട്ടുമ്പോൾ അവിടെ കരച്ചിലിനാണ് പ്രാമുഖ്യം എന്ന് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞിരുന്നു. നബിയും പറഞ്ഞത് അങ്ങനെയാണല്ലോ, വറജുലുൻ ഫാളത് ഐനാഹു ഖാലിയൻ. ഒഴിഞ്ഞിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നയാൾ. അർശിന്റെ നേരിട്ട് കൊടുക്കുന്ന ആളുകളിൽ അള്ളാഹുവിന്റെ റസൂൽ 7 കൂട്ടരെ എണ്ണുന്നതിൽ പറയുന്നത് ഫഫാളത് ബിഹി ഐനാഹു ഖൗഫന കാലി. കണ്ണുനീരൊഴുക്കുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹു തആലാനെ ഓർക്കാനും ചിന്തിക്കാനും തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനുമുള്ള അവസരമുണ്ടാകുമ്പോൾ ചിരിക്കാതെ ചിന്തിച്ച് കരയുകയും വിചാരത്തിൻ്റെ കരച്ചിൽ ചെയ്ത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന്. ഈ രീതിയിൽ ചിരിയെ പരിഹരിക്കാൻ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ സാധിക്കണം. ആ പരിഹാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, കേവലം എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാർ മാത്രമല്ല, ഇത്തരമൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരാലോചിക്കേണ്ട വിഷയമാണെന്നും ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമുക്ക് പലതും ചിന്തിക്കാനുണ്ടെന്നും നമ്മുടെ സമൂഹത്തെ നമുക്ക് പറ്റാവുന്നവരെ, ഉൾക്കൊള്ളാവുന്നവരെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തതെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ചിരി എന്നത് നിയന്ത്രിക്കേണ്ടതുണ്ട്, നിർദോഷമായ ചിരിയും. ഒന്ന്, അളവ് ചുരുക്കണം, എണ്ണം കൂട്ടിക്കൂടാ, എണ്ണം ചുരുക്കണം. വർദ്ധിച്ച അളവിൽ ചിരിച്ചുകൂടാ, വർദ്ധിച്ച സമയം ചിരിച്ചുകൂടാ, വർദ്ധിച്ച എണ്ണത്തിൽ ചിരിച്ചുകൂടാ. അതേപോലെ തന്നെ ചിരിയുടെ വണ്ണവും കുറക്കണം, ഐറ്റം കുറക്കണം. വലിയ ചിരി പാടില്ല. ഇപ്പം ചിരിയോ പല ചിരിയുണ്ട്. നമ്മൾ തന്നെ പറയുന്ന രീതിയിലുള്ള ചിരിയുണ്ട്, സാധാരണക്കാർ പറയുന്ന പലതരം ചിരിയുണ്ട്. ചിരികളിൽ സാധാരണ ഭാഷാ സാഹിത്യത്തിൽ തന്നെ വേർതിരിക്കപ്പെട്ടിട്ടുള്ള ചിരി ഒന്ന് ആശ്വരിതകം. ആശ്വരിതകം എന്നാൽ നമ്മൾ പൊട്ടിച്ചിരി എന്ന് പറയുന്നത്. പൊട്ടിച്ചിരി കക്ക 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 എന്ന് പറഞ്ഞു വരുന്ന ചിരിയില്ലേ, അതിന് അറബിൽ ശബ്ദം എന്താന്ന് പറയുന്നത്? നല്ല ഭാഷാ യോജിപ്പ് അവിടെയാ. അറബിൽ ഈ വാക്ക്, ഈ ചിരിക്ക് പറയാ എന്ന് പറയാൻ അർത്ഥം. ഏത് മലയാളി ചിരിച്ചാലും അറബി ചിരിച്ചാലും പൊട്ടിച്ചിരിയാണോ കക്ക കക്ക എന്ന് തന്നെ വരിക, ഈ കഹ എന്ന വാക്ക്.
അതൊരിക്കലും വിശ്വാസിക്ക് അഭികാമ്യമല്ല. നമസ്കാരം അതുകൊണ്ട് ബാത്തുലാകും രണ്ടക്ഷരം പുറപ്പെട്ടാൽ. നമസ്കാരം മാത്രമല്ല, ഉദു മാറ്റിയെടുക്കണമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. മുത്തഫരിദ് ഓതുമ്പോൾ പൊട്ടിച്ചിരിക്കൽ കൊണ്ട് നമസ്കാരം ബാത്തിലാവുകയില്ല എന്ന് ചെറിയ കുട്ടികളെ പഠിപ്പിക്കും 10 കിതാബിൽ. പൊട്ടിച്ചിരിക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല എന്ന്. എന്തിനാണിത് നമ്മുടെ ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നത്? ബാത്തിലാകാത്ത കാര്യമല്ലേ. ബാത്തിലാകാത്ത കാര്യം എന്തെല്ലാം ഉണ്ട്, അതൊക്കെ നമ്മൾ എണ്ണി പഠിപ്പിക്കണ്ട. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെ എണ്ണി പഠിപ്പിക്കേണ്ടതുള്ളൂ. നിസ്കാരം ബാത്തിലാകാത്ത കാര്യങ്ങൾ വാസ്തവത്തിൽ ജീവിതത്തിലെ എണ്ണി പഠിപ്പിക്കപ്പെടാത്ത ബാത്തിലാക്കുന്ന തിട്ടം കാര്യങ്ങളല്ലാത്തതൊക്കെ ഒതു ബാത്തിലാക്കാത്ത കാര്യമാണല്ലോ. ആ ഒതു ബാത്തിലാക്കാത്ത കാര്യങ്ങൾ ധാരാളമുണ്ടായിരിക്കെ നിസ്കാരത്തിൽ പൊട്ടിച്ചിരിക്കുക എന്ന് പറയുന്നതിനെ പ്രത്യേകം പറയും. അതുകൊണ്ട് പൊട്ടിച്ചിരിക്കുക എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമോ, അക്ഷരം വെളിപ്പെട്ടാലും ഇല്ലെങ്കിലും ബാത്തിലാകുമോ എന്നൊരു ചർച്ചയാണ്. അതേപോലെ പൊട്ടിച്ചിരി കൊണ്ട് ഉദു നടക്കുമോ, ഉദു ബാത്തിലാകുമോ ചർച്ച. നല്ലൊരു കൂട്ടം പണ്ഡിതന്മാർ, പ്രഗത്ഭന്മാർ, വിശ്വാസയോഗ്യരായ വിജ്ഞന്മാർ തന്നെ കക്കാന്ന് ചിരിച്ചാൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂട്ടിൽ ശബ്ദം പോയാലും ഒതു ബാത്തിലാവുമല്ലോ. അതേപോലെ തൊള്ളയിൽ ശബ്ദം പോന്നാലും ഒതു ബാത്തിലാവുന്നാവാ ഇവരുടെ സങ്കല്പം. എങ്ങനെ വന്നാലും കഹ്കഹത്ത് എന്ന ചിരി വാസ്തവത്തിൽ ഉദു വരെ ബാത്തിലാകുന്നതാന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിൻ്റെ ഹളറത്തിൽ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താനും സംസാരിക്കാനും വേണ്ടി പോകുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടുള്ള അശുദ്ധിയുമായി ചെന്നുകൂടാ എന്നാണ് ഉദു ബാത്തിലാകുമെന്ന് പറയുന്ന ആളുകളുടെ വീക്ഷണം. അപ്പൊ അങ്ങനെ മോശപ്പെട്ടതാണ് കക്ക എന്നുള്ള ചിരി. അതൊരിക്കലും അഭികാമ്യമല്ല. ഇത് വിശ്വാസിക്ക് മാത്രമല്ല, സാധാരണ മാനവന് പോലും അത് അഭികാമ്യമല്ല. മറ്റൊരു ചിരി സ്മിതം. സ്മിതം എന്ന് മലയാളത്തിൽ പറയുന്നത് പുഞ്ചിരി. പുഞ്ചിരി എന്ന് നമ്മൾ സാധാരണ തിരിയുന്ന നാടൻ ഭാഷയിൽ പറയുന്ന പുഞ്ചിരി. നിറഞ്ഞ ചിരിയില്ലാതെ, ചിരിക്കുമ്പോൾ കാണിക്കുന്ന പല്ലുകളൊക്കെ കാണിക്കാതെയുള്ള ചിരി. കേവലം മുന്നിലുള്ള ചില പല്ലുകൾ വന്നാലും അത് സ്മിതമാണ്, പുഞ്ചിരി. മറ്റൊന്ന് ഇത് രണ്ടിനും ഇടക്കുള്ള ചിരി. ഇത് രണ്ടിനും ഇടക്കുള്ള ചിരി സ്മിതം. ആ സ്മിതവും ആശ്വരിതകത്തിൻ്റെയും ഇടയിലുള്ള ചിരിക്ക് ഭാഷാസാഹിത്യത്തിൽ പറയുക വിഹസിതം. വിഹസിതം വിഹസിതം എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ചിരി എന്ന് പറയുന്നത്. സ്മിതവും അല്ല, പൊട്ടിച്ചിരിയുമല്ല, എന്നാൽ പല്ലുകളൊക്കെ കാണുന്നുണ്ട്, ശബ്ദമില്ല. പല്ലുകൾ കാണുന്ന തരത്തിലുള്ള ചിരി. പല്ലുകൾ എന്ന് പറഞ്ഞാൽ പല്ലുകൾക്കൊക്കെ പേരുണ്ട്. നമ്മളെ വായിലെ പല്ലുകൾക്ക് മുഴുവൻ പേരുണ്ട്. ഈ കാണുന്ന മുന്നിൽ കാണുന്ന 2 പല്ല്, ഈ 2 പല്ലിന് കീഴേ താഴെയും 2 വരിയിലെ പല്ല്, ഈ മുന്നിൽ കാണുന്ന പല്ല്, അതിൻ്റെ ഒരു പേരാ ഹനായ. അതിനിപ്പുറവും അപ്പുറവും ഇപ്പുറവും 2 പല്ല്, ഓരോ പല്ല്. ചിരിക്കുന്ന ഈ 2 പല്ലിൻ്റെ ഇപ്പുറമുള്ള പല്ല്, അതാണ് വാസ്തവത്തിൽ ചിരിക്കുമ്പോഴുള്ള പല്ല്. അതിനപ്പുറത്തുള്ള പല്ല് നാബ്, തേറ്റപ്പല്ല്. അതിനപ്പുറമുള്ള പല്ല് നവാജിദ്. ഈ രീതിയിൽ അറബ് ശാസ്ത്രത്തിൽ നമ്മളെ പല്ലുകൾക്കൊക്കെ പേരുണ്ട്. നമുക്ക് മലയാളത്തിലും പേരുണ്ടല്ലോ. മുമ്പല്ല്, അതിൻ്റെ അപ്പുറത്തെ പല്ല്, ഈ കടിച്ചു പിടിച്ചിട്ട് തേറ്റപ്പല്ല് എന്ന് തന്നെ നമ്മൾ മലയാളത്തിൽ പറയും. ഇതിന് അറബിന് നാബ് എന്നാ. ഇങ്ങനെ പല്ലുകൾക്ക് നമ്മൾ നാടൻ പേരിടുന്നത് പോലെ അറബിലും പേരുണ്ട്. അപ്പേരുകളുടെ കൂട്ടത്തിൽ വവാഹിഖ് എന്ന പേരിൽ പല്ലുണ്ട്. ചിരിക്കുമ്പം വെളിവാകുന്ന പല്ലുകൾ എന്നാണ്, ചിരിക്കുന്ന പല്ലുകൾ. ആ ചിരിയിൽ ശബ്ദമില്ലാതെ വന്നാൽ അതാണ് വിഹസിതം, മധ്യമച്ചിരി, ഇടച്ചിരി എന്ന് പറയുന്നത്. സ്മിതവും അല്ല, പൊട്ടിച്ചിരിയുമല്ല. ചിരിക്കാൻ പറ്റുമെങ്കിൽ നന്ന ചുരുങ്ങിയത് ഒരു ഇബാദത്തായി ചിരി കൽപ്പിക്കപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ അത് പുഞ്ചിരി മാത്രമേ ഉള്ളൂ. ചിരിക്കുക എന്നത് ഇബാദത്തായി അല്ലാഹു തആല കൽപ്പിച്ചതിൽ ചിരിയുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന, പുണ്യം നൽകപ്പെടുന്ന ഒരു ചിരിയുണ്ടെങ്കിൽ അത് സ്മിതം, ഒച്ച കാണാതെ മോണ കാട്ടാതെ പുഞ്ചിരിക്കുക എന്ന ചിരിക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ അറിയിക്കണം. പിന്നെ ചിരിക്ക് നമ്മൾ പല പേരിടും. പാൽ പുഞ്ചിരി, വളിഞ്ഞ ചിരി, മഞ്ഞ ചിരി, മറ്റേ ചിരി, മറിച്ച ചിരി എന്നൊക്കെ നമുക്ക് പറയാം. സൈക്കിൾ വന്ന് വീണ ചിരി, ബൈക്ക് വന്ന് വീണ ചിരി എന്നൊക്കെ പറയാം. പല ചിരികളും നമ്മൾ പറയും. അക്കൂട്ടത്തിൽ സാധാരണ 3 തരം പൊട്ടിച്ചിരിയോ അല്ലെങ്കിൽ സ്മിതമോ ആയതിനിടയിലുള്ള ഈ ചിരി വാസ്തവത്തിൽ ഇബാദത്തായി എണ്ണപ്പെട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ പ്രകൃതിപരമായ കർമ്മങ്ങൾ പലതും പുണ്യമായി ആഖിറത്തിൽ സദഖയുടെ പുണ്യം രേഖപ്പെടുത്തുന്നതായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കൂട്ടത്തിൽ ചിരിയെ കുറിക്കുന്ന വാചകം 1 മാത്രമാണ്.
വതബസ്സുമുക, നീ സ്മിതം കൊള്ളുന്നത്, പുഞ്ചിരിക്കുന്നത്, ഫീ വജ്ഹി അഖീക, നിന്റെ കൂട്ടുകാരൻ്റെ, നിന്റെ വിശ്വാസിയായ സഹോദരൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവനെ കാണുമ്പോൾ നീ ഒന്ന് സ്മിതം തൂകുന്നത്, പുഞ്ചിരിക്കുന്നത്, സ്വദഖ, അത് നിനക്കൊരു സ്വദഖയായി, ധർമ്മമായി, ദാനമായി എഴുതപ്പെടും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഒരു ചിരിയല്ലാതെ ശരിക്കും പല്ല് കാട്ടിച്ചിരിക്കുന്നതൊരു ഇബാദത്തായിട്ടോ പുണ്യമായിട്ടോ അള്ളാഹു എണ്ണുന്നില്ല. പൊട്ടിച്ചിരിക്കുന്നതാവട്ടെ മാനവികതയ്ക്ക് തന്നെ അഭികാമ്യമായിട്ട് ലോകത്താരും കാണുകയില്ല. സ്വന്തം അവനവന്റെ പ്രവൃത്തിയാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഹത്തുക്കൾ വല്ലപ്പോഴും ചിരിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തകന്മാരായ, വിജ്ഞന്മാരായ, ജ്ഞാനികളായ, ആരിഫീങ്ങളായിട്ടുള്ള അമ്പിയാക്കളും ഔലിയാക്കളും അല്ലാഹു തആലാന്റെ ഭക്തന്മാരായ ആളുകളും വല്ലപ്പോഴും ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിരി ഏറ്റവും വലിയ പൊട്ടിച്ചിരി നമുക്ക് വരേണ്ടിടത്ത് പോലും തബസ്സും, സ്മിതം മാത്രമേ കാണുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന ഒരു നബിയെ കുറിച്ചാണ് ചിരിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ പ്രയോഗമുള്ളത്. മറ്റു നബിമാരെ കുറിച്ച് ചിരിച്ചതായ ഒരു പരാമർശമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഒരു വാക്യം, ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. നംല് എന്ന പേരിൽ ഒരു സൂറത്തുണ്ട് നമ്മുടെ വിശുദ്ധ ഖുർആനിൽ. ഉറുമ്പ് എന്നാണ് ഇതിന്റെ പേര്, ഉറുമ്പ്. ഈ ഉറുമ്പിന്റെ കഥ വിവരിക്കുന്നുണ്ട് ഇതിൽ. വളരെ സുദീർഘമായ ഒരു സൂറത്താണ്, ധാരാളം ആയത്തുകളുണ്ട്. ആ ആയത്തുകളിൽ ഒരു ചെറിയ ഭാഗത്ത് ഉറുമ്പിന്റെ കഥ വിവരിക്കുന്നുണ്ട്. ഒരു റാണി ഉറുമ്പ് മറ്റേ ഉറുമ്പുകളോട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പടയാളികൾ വരുമ്പോൾ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ചരിത്രം. ഈ ചരിത്രം വിവരിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് തന്നെ നംല് എന്ന് പറയുന്നത്. അത്ഭുതമല്ലേ ഇത്? ചെറിയ അത്ഭുതമല്ല. അപ്പോൾ ചിരിക്കേണ്ട രൂപം ഒന്ന് മനസ്സിലാക്കി. നിങ്ങൾ എപ്പോഴാ ചിരിച്ചത്? സുലൈമാൻ നബി അലൈഹിസ്സലാമും പരിവാരവും ഒന്നിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വഴിയിൽ ഒരു ചെറിയ ഉറുമ്പുമാടമുണ്ട്. ആ ഉറുമ്പുമാടത്തിൽ വരിവരിയായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ ഉണ്ടാകാം. ആ ഉറുമ്പ് കൂട്ടത്തോട് അതിലെ റാണി ഉറുമ്പ്, അതിലെ വലിയ ഉറുമ്പ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഖാലത്ത് നംലത്തുൻ. ഒരു വലിയ ഉറുമ്പ്, റാണി ഉറുമ്പ് എഴുന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഉറുമ്പിന്റെ കൂട്ടമേ, സമൂഹമേ, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. യാ അയ്യുഹൻ നംൽ, ഉറുമ്പിന്റെ കൂട്ടമേ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങൾ നിങ്ങളുടെ പൊത്തുകളിൽ തങ്ങണം, നിങ്ങളുടെ മടകളിലേക്ക് ഒളിക്കണം. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു, സുലൈമാനും പരിവാരവും വരുന്നുണ്ട്. അവർ നിങ്ങളെ ചവിട്ടിയരക്കരുത്. അവർ നിങ്ങളെ ചവിട്ടിയരക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാളത്തിൽ ഒളിക്കണം. വഹും ലാ യശ്ഉറൂൻ, അവരറിയാതെ നിങ്ങളെ ചവിട്ടിയരച്ചേക്കാം. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ഈ ഉറുമ്പന്റെ ഈ വാക്ക് കേട്ടു സുലൈമാൻ നബി അലൈഹിസ്സലാം. കേട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഖുർആനിന്റെ പരാമർശം. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു. ഖുർആൻ നോക്കി നിങ്ങൾ, ഫളഹിക പറഞ്ഞാൽ മതി, ചിരിച്ചു. ചിരിച്ചു എന്ന് പറയേണ്ട സ്ഥാനത്ത് അള്ളാഹ് വ്യക്തമാക്കി തന്നെ പറയുകയാണ്, ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ചിരിയടക്കാൻ കഴിയാത്ത ചിരിക്കാരനാണ്, ചിരിയുടെ സന്ദർഭമാണ്. ആ ചിരി അദ്ദേഹം ഒതുക്കിയത് ഫതബസ്സമ, സ്മിതത്തിലാണ്. മന്ദസ്മിതം തൂകുക മാത്രം ചെയ്തു. ആ സ്മിതത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ചിരിയടക്കുകയാണ്. മഹാനായ ഇമാം സഅലബി അദ്ദേഹം ഈ സന്ദർഭത്തെയും കഥയെയും വിവരിക്കുന്നുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് കഥകൾ മുഴുവൻ പറയൂല, കഥ പറയാനുള്ള ഗന്ധമല്ല ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ ചെറിയ സൂചനകളെ നൽകൂ, കൊച്ചു കൊച്ചു വാക്യങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് മുഴുവൻ ഖുർആനിൽ കിട്ടൂല. ചിലരൊക്കെ അങ്ങനെ പറയാം. എത്ര നബിമാരുടെ പ്രാർത്ഥന ഉണ്ട് ഖുർആനിൽ, അതിലെവിടെയെങ്കിലും മരിച്ചുപോയ ഒരു മഹാനോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമോ? അങ്ങനെ വലിയ പ്രാർത്ഥനകളൊന്നും ഖുർആനിലില്ല. എണ്ണി തിട്ടപ്പെടുത്താവുന്ന, രണ്ട് കയ്യിലെ വിരൽ കൂട്ടി എണ്ണാൻ മാത്രമല്ല ഖുർആനിൽ ഉദ്ധരിച്ച പ്രാർത്ഥനകൾ. അത്ര ചുരുങ്ങിയ പ്രാർത്ഥനകളേ ഉള്ളൂ. 1,24,000 പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്, പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരും. പ്രവർത്തിച്ചും ഇബാദത്ത് ചെയ്തും പ്രാർത്ഥിച്ചും ഇരുന്നിരുന്ന ആ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളൊക്കെയും ഖുർആൻ പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനകൾ തന്നെ മുഴുവൻ പറഞ്ഞിട്ടില്ല. ഹദീസ് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ ചില സന്ദർഭങ്ങളിൽ അവിടെ പ്രാർത്ഥന ഒക്കുകയുള്ളൂ, ആ പ്രാർത്ഥന പൂരിപ്പിക്കേണ്ടി വരും. ഈ അർത്ഥത്തിൽ കുറച്ചേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ.
ഇവിടെയും അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, വറഅയ്തു ഫീ ബഅദിൽ കുതുബ്, ചില വേദങ്ങളിൽ ഞാൻ കണ്ടു, അന്ന സുലൈമാന ഖാല ലഹ, ഈ ഉറുമ്പ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പിനോട് ചോദിച്ചു, ലിമ ഹസ്സർത്തിൻ നംല, നീ എന്തിനാണ് ഉറുമ്പിന്റെ സമൂഹത്തെ താക്കീത് നൽകിയത്, പേടിപ്പിച്ചത് എന്നെക്കുറിച്ച്? അഖിഫ്തി, ഞാൻ അക്രമം ചെയ്യുമെന്ന് നീ പേടിച്ചു. അമാ അലിംതി അന്നീ നബിയുൻ, ഞാനൊരു നബിയാണെന്ന് നിനക്കറിയില്ലേ? അദുലുൻ, നീതിമാനായ ഒരു നബി, നീതിക്കട്ടയായ ഒരു നബി ഇവിടെ നടന്നു പോകുമ്പോൾ നിഷ്കരുണമായി നിങ്ങളെ ചവിട്ടി അരക്കുകയില്ല എന്ന് നിനക്കറിയില്ലേ? പിന്നെ എന്തിനാണ് ഫലിമ ഖുൽതി യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു, സുലൈമാനും പരിവാരവും ചവിട്ടി അരക്കും എന്ന് പറഞ്ഞത്? ഇദ്ദേഹം ഉറുമ്പിനോട് ചോദിച്ചു. ഉറുമ്പ് പറഞ്ഞു, അമാ സമീഅത ഖൗലി വഹും ലാ യശ്ഉറൂൻ, നിങ്ങൾ അനീതി കാണിക്കുമെന്നോ അക്രമം കാണിക്കുമെന്നോ പാപം കാണിക്കുമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ വാക്കിൽ വഹും ലാ യശ്ഉറൂൻ എന്ന് നിങ്ങൾ കേട്ടില്ലേ? സുലൈമാൻ നബിയും പരിവാരവും അറിയാതെ ചവിട്ടിക്കളയും. അറിയാതെ ചവിട്ടുന്നത് കുറ്റല്ല. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ അറിയാതെ എത്ര ഉറുമ്പുകളെ ചവിട്ടുന്നുണ്ടാകും, എത്ര പ്രാണികളെ ചവിട്ടുന്നുണ്ടാകും. ഇതൊക്കെ കുറ്റാണോ? ഇത് കുറ്റാന്ന് പറഞ്ഞാൽ മനുഷ്യന് വഴിപ്പെടാൻ സാധിക്കുമോ? അള്ളാഹുവിന്റെ നിരോധനത്തിന് വഴിപ്പെടാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ വഹും ലാ യശ്ഉറൂൻ എന്ന് എൻ്റെ വാക്യത്തിൽ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത്? മാത്രമല്ല, ശാരീരികമായി നിങ്ങളുടെ കാൽപാദം തട്ടിയിട്ട് ഈ ഉറുമ്പും കൂട്ടങ്ങളെ മുഴുവൻ ചവിട്ടി അരക്കും എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഉദ്ദേശിക്കാനും വകല്ലല്ലോ. കാരണം സുലൈമാൻ നബിയും പരിവാരവും പോയാൽ ചവിട്ടിൽ കൊള്ളുന്നതല്ലേ പോവുള്ളൂ. മിക്കവാറും ഉറുമ്പുകളൊന്നും വല്ലാതെ പോവില്ല, പരിവാരം പോയി നിർത്തിയിട്ട്. അപ്പോൾ ഉറുമ്പ് പറയുന്നത് സംഗതമാണ്. ശാരീരികമായി അവയെ നിങ്ങളുടെ കാലുകൊണ്ട് ചവിട്ടി അരയിക്കും എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സ് ചവിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ മനസ്സ് നിങ്ങൾ ചവിട്ടി അരക്കും. അള്ളാഹുവിന്റെ ദിക്റിലും അള്ളാഹുവിന്റെ തസ്ബീഹിനും കഴിഞ്ഞുകൂടുന്നതായ ഈ ഉറുമ്പുകൾ നിങ്ങൾക്ക് നൽകപ്പെട്ട രാജാധികാരം പോലത്തെ പ്രൗഢിയും പ്രതാപവും ഞങ്ങൾക്കും കിട്ടണം എന്നും ഞങ്ങൾ ഉറുമ്പിന്റെ ലോകവും വലിയ രാജാക്കന്മാരാകണമെന്നും കൊതിച്ചാലോ അവരുടെ മനസ്സ് തകരില്ലേ? നിങ്ങളുടെ പ്രതാപവും അധികാരവും കാണുമ്പോൾ തസ്ബീഹും ദിക്റും പോക്കിയിട്ട് അവർ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കളയും. അവരുടെ മനസ്സുകൊണ്ട് അവർ ഫിത്നയിലകപ്പെടും, പകിട്ടിൽ അവരുടെ മനസ്സ് കുടുങ്ങിക്കളയും. അപ്പോ തസ്ബീഹ് ചൊല്ലുന്ന അല്ലാഹുവിന് വഴിപ്പെടുന്ന ഈ ഉറുമ്പും കൂട്ടങ്ങൾക്ക് നിമിഷ നേരത്തേക്ക് സുലൈമാൻ നബിയോടും പരിവാരത്തോടും അസൂയ തോന്നിയാലോ, അവരുടെ പ്രതാപം പോലെ ഞമ്മക്കും കിട്ടേണ്ടിയിരുന്നല്ലോ എന്ന് മനസ്സിൽ തോന്നിയാലോ, അള്ളാഹുവിന്റെ ദിക്റിലും തസ്ബീഹിലും ചൊല്ലുന്ന അവരുടെ ആത്മീയമായ ഉയർച്ച ചവിട്ടിയരക്കപ്പെടുകയാണല്ലോ. ഇത് ചെയ്യുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നു കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് തോന്നി ഇത് സാധാരണ ഉറുമ്പല്ല. സാധാരണ ഉറുമ്പല്ല എന്ന് മാത്രമല്ല, നമ്മൾ മരമണ്ടൂസ് മനുഷ്യന്മാരെ പോലെ എല്ലാ ഉറുമ്പുകൾ എന്നും തോന്നാം. എല്ലാ ഉറുമ്പിനും ഇങ്ങനെ ഉണ്ടാവാലോ. നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുക നമ്മൾ മാത്രം ആക്കിലിങ്ങൾ. പിന്നെ നമുക്ക് വേദം കൊണ്ടിരുന്ന മരക്കേറുണ്ട്, ഓലേതാലും ആക്കിലിങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ പറ്റില്ല, അതുകൊണ്ട് ഓലും ആക്കിലിങ്ങൾ. പിന്നെ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടരുണ്ട് നോക്കിയിട്ട് ജിന്ന്, അതും ഏതായാലും ആക്കിലിങ്ങൾ. ഇങ്ങനെ 3 കൂട്ടരെ ആക്കിലിങ്ങൾ ബുദ്ധിജീവികളുള്ളൂ. ബാക്കിയൊക്കെ ബുദ്ധിയില്ലാത്തതാണ് ജീവികളിൽ നിന്ന് നമ്മൾ വെച്ചിരിക്കുക. അള്ളാഹും റസൂലും അംഗീകരിക്കൂല, ഇത് ഉലമാക്കന്മാരും അംഗീകരിക്കൂല. അള്ളാഹുവിനെ കണ്ടറിയുന്ന ഉലമാക്കളൊക്കെയും പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ അള്ളാഹു തആല പടച്ച ജീവികളുണ്ട് എന്നാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രാണികളുടെയും ജീവികളുടെയും കൂട്ടത്തിൽ മേടപ്രാവിനോളം ബുദ്ധിയുള്ള ഒന്നില്ല. ഇമാം ഷാഫിക്ക് അന്തല്ലേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ മന്തി കോതിയിട്ടില്ല. ആക്കിലാരാണ് വൈറ ആക്കിലാണ് തീരുമാനിക്കുന്നിടത്തല്ല മഹാനായ ഇമാം ഷാഫി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് മേടപ്രാവിനോളം ബുദ്ധിയുള്ള ഒരു സാധനം അല്ലാഹു തആല പടച്ച ജീവികളിലില്ല എന്നാണ്. അപ്പോൾ അല്ലാഹു തആലാന്റെ വിജ്ഞന്മാരായ ആരിഫീങ്ങൾ ഫഹ്മും അഖലും നമുക്ക് മാത്രമല്ല ജീവികൾക്കും ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ബോധ്യമാവുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. ജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉറുമ്പിന്റെ റാണിയോട് സുലൈമാൻ നബി പറഞ്ഞു, നീ എന്നെ ഒരല്പം ഉപദേശിക്കണം, എനിക്കൊരല്പം നിന്റെ ഉപദേശം ആവശ്യമുണ്ട്, നീ തൻ്റെടിയാണ്. അപ്പൊ ഉറുമ്പി ചോദിച്ചു, ഫഖാലത്തിൻ നംല അമാ അലിംത ലിമ സുമ്മിയ അബൂക ദാവൂദ്, നിങ്ങളുടെ ബാപ്പാക്ക് ദാവൂദ് എന്ന് പേര് വന്നത് എങ്ങനെയാ, അറിയോ എന്ന് ചോദിച്ചു സുലൈമാൻ നബിയുടെ ബാപ്പാക്ക്. അദ്ദേഹം പറഞ്ഞു അറിയില്ല.
ഉറുമ്പ് പറഞ്ഞു ലിഅന്നഹു ദാവാ ജിറാഹത ഫുആദിഹി, തന്റെ മനസ്സിന്റെ മുറിവിനെ ചികിത്സിച്ചു എന്ന അർത്ഥത്തിൽ ദാവ എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചു എന്ന അർത്ഥം. ഇത് അറബി പേരാണോ എന്ന് ചിന്തിക്കേണ്ട. അമ്പിയാക്കന്മാരുടെ പേരുകളും അമ്പിയാക്കന്മാരുടെ ഭാഷകളും മുഴുക്കെ അറബിയായിരുന്നു എന്ന് പറയുന്നൊരു ബലപ്പെട്ട തള്ളിക്കളയാൻ പറ്റാത്തൊരു അഭിപ്രായം തന്നെയുണ്ട്. അമ്പിയാക്കന്മാർക്ക് എങ്ങനെ വന്നാലും ശരിക്കും അറബീകരിക്കാം അവരുടെ ശബ്ദം, അറബിൽ ഒക്കും എങ്ങനെ പറഞ്ഞാലും. ഇപ്പൊ ദാവൂദ് എന്ന പേര് ദാവ, ചികിത്സിച്ചു എന്നതിൽ നിന്ന് വന്നതാണ്. മനസ്സിന്റെ രോഗത്തെ ചികിത്സിച്ചിട്ട് നല്ല ഹൃദയമാക്കിയാളെന്ന നിലക്കാണ് നിങ്ങളുടെ ബാപ്പാക്ക് ദാവൂദ് എന്ന് പേര് വന്നത്. ഹല്ലലിം തലിമ സുമ്മീത്ത സുലൈമാന, സുലൈമാൻ എന്ന് നിങ്ങൾക്ക് പേര് വരാൻ അറിയുമോ? കാരണം അദ്ദേഹം പറഞ്ഞു അറിയില്ല. ലിഅന്നക സലീമുൻ നാഹിയ അലാ മാ ഊതീത ബിസലാമത്തി സ്വദിരിക, നിങ്ങളുടെ ഹൃദയം ശാന്തമായതുകൊണ്ട്, ആരോടും കുരുട്ടില്ലാത്തതുകൊണ്ട്, സലീമായ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം സുരക്ഷിതമാണ്. നിങ്ങൾക്ക് ആപത്ത് വരൂല, നിങ്ങൾക്കെതിരെ ഒരു മത്സരിയും വരൂല, നിങ്ങൾക്കെതിരെ മനുഷ്യരില്ല, അസൂയക്കാരുമില്ല, നിങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആളുകൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാഗം സുരക്ഷിതനായ ആൾ എന്ന അർത്ഥത്തിലാണ് നിങ്ങൾക്ക് സുലൈമാൻ എന്ന് പേര് വന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഉറുമ്പ് ചോദിക്ക, എന്തിനാണ് കാറ്റിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? കാറ്റ്. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞു അറിയില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയാ, അഖ്ബറക അന്ന ദുനിയാ കുല്ലഹാ റീഹ്, ഈ കാറ്റ് എന്ന വാഹനമാക്കി നിങ്ങൾക്ക് തന്നത് ഈ ദുന്യാവ് ആകെ ഒരു പുകയാണ്, ഒരു കാറ്റാണ് എന്ന് പഠിപ്പിക്കാനാകുന്നു. ഇത് കേട്ടപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ വാക്യം ചേർത്ത് പറയുകയാണ് മുഫസ്സിറുകൾ. കഥയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പഠിച്ചിട്ട് ഖുർആനിന്റെ കഥകളിൽ പ്രഗത്ഭനായി അറിയപ്പെടുന്ന അബൂ ഇസ്ഹാഖ് സഅലബി റളിയല്ലാഹു അൻഹു പറയുന്ന ചരിത്രമാണിത്. ഈ ഉറുമ്പിന്റെ ഈ വാക്യം കേട്ടപ്പോൾ ചിരിക്കണം അവിടെ, പൊട്ടിച്ചിരിക്കണം അവിടെ, ഉറുമ്പാ സംസാരിക്കുന്നത്. അപ്പോഴാണ് ഈ ഉറുമ്പിന്റെ ഈ വാക്ക് കേട്ടപ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പുഞ്ചിരിച്ചു. ഇതാ അമ്പിയാക്കന്മാരുടെ ചിരി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിയും അങ്ങനെയാണ്. ജാബിർ ഇബ്നു സംറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സ്വഹീഹ് മുസ്ലിമിൽ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസ്. അദ്ദേഹത്തോട് കൂട്ടുകാരും താബിഈകളും ചോദിച്ചു, അകുന്ത തുജാലിസുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് കൂടെ ഇരുന്നിരുന്നോ? ഖാല നഅം കസീറൻ, ധാരാളം ഞാൻ നബിയോട് കൂടെ ഇരുന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് കൂടി ഇരിക്കാൻ പല അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. നബിയുടെ പതിവ് തന്നെ കാന ലാ യഖൂമു മിൻ മുസല്ലാഹു അല്ലദീ യുസല്ലി ഫീഹി സുബ്ഹ, നബി തങ്ങൾ സുബ്ഹ് നിസ്കരിക്കുന്ന ആ നമസ്കാര സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുമായിരുന്നില്ല. ഹത്താ തത്ലു അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെയും നിസ്കരിച്ചിടത്ത് തന്നെ ഇരിക്കും. ആ ഇരിയിൽ ചിലപ്പോൾ സ്വഹാബാക്കളിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഇൽമിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഫൈദാ ത്വലഅത് ഖാമ, സൂര്യൻ ഉദിച്ചാലേ നബി തങ്ങൾ അവിടെ എഴുന്നേറ്റ് പോവുകയുള്ളൂ. അത്രയും സമയം സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചിരിക്കുന്ന സമയത്ത് വകാനൂ യതഹദ്ദസൂൻ വയഖുദൂന ഫീ അംരിൽ ജാഹിലിയ്യ, നബിയുടെ കൂടെ സുബ്ഹ് നിസ്കരിച്ച സ്വഹാബാക്കൾ അവരുടെ ദുന്യാവിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, അനിസ്ലാമിക കാലത്തുള്ള വിവരങ്ങളും സംസാരിച്ചിരുന്നു, ഇസ്ലാമിന് മുൻപത്തെ അനുഭവങ്ങളും വിവരിച്ചിരുന്നു. ഫയദ്ഹഖൂൻ, അപ്പൊ സ്വഹാബത്ത് പലപ്പോഴും ചിരിക്കാറുണ്ട്. ചിരിക്കുന്ന കഥകളും ചിരിക്കുന്ന തമാശകളും അവർക്കിടയിൽ വരാറുണ്ട്. വയതബസ്സമു, നബിയോ സ്മിതം തൂകും, പുഞ്ചിരി. തങ്ങളുടെ പുഞ്ചിരി മാത്രം. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കൾ ചിരിക്കുന്ന സമയത്ത് പുന്നാര നബി തങ്ങൾക്ക് പുഞ്ചിരി മാത്രം. ഇതാണ് അമ്പിയാക്കന്മാരുടെ സ്വഭാവം. അമ്പിയാക്കന്മാരുടെ പൊതു സ്വഭാവം, സാധാരണമായവരുടെ പൊതു സ്വഭാവം സ്മിതം മാത്രം, തബസ്സും. ചിരിക്കാറില്ല, പൊട്ടിച്ചിരിക്കൽ ഒട്ടുമില്ല, ചിരിക്കാറുണ്ട് അപൂർവം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം ചില സന്ദർഭങ്ങളിൽ ചിരിച്ചതാവട്ടെ. നബിയുടെ ചിരിയുടെ വർണ്ണനയും ഹദീസിൽ സ്വഹാബികൾ വിവരിച്ചത് കാണാം. നബി ചിരിക്കുമ്പോ നബിയുടെ പല്ലുകൾ വെളിപ്പെട്ടോ, കോട്ടുപല്ലുകൾ വെളിപ്പെട്ടോ, കോട്ടുപല്ലിന്റെ തുടക്കം വെളിപ്പെട്ടോ, അത് പ്രത്യേകം പറയും ഹദീസിൽ. ഹത്താ ബദത് നവാജിദുഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കോട്ടുപല്ലുകൾ വെളിപ്പെട്ടു. അങ്ങനെ ചിരിച്ചു. അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താം റസൂലുള്ളാഹിന്റെ ചിരി. അത്തരം ചിരികളുടെ സന്ദർഭം നോക്കണം. നമ്മളാണെങ്കിൽ പൊട്ടിച്ചിരിച്ച് കുഴഞ്ഞു വീഴേണ്ട സന്ദർഭങ്ങളായിരിക്കും.
അള്ളാഹുവിന്റെ റസൂല് ചിരിച്ച ഒരു സന്ദർഭം നോക്കി. അന്ന് അവിടെ ചിരിക്കണം. ചിരിയാണ് പുണ്യമാർന്ന ഇബാദത്ത്. കരഞ്ഞാൽ പറ്റൂല. അവിടെ ചിരിക്കേണ്ട ഇടത്തെ അള്ളാഹുവിന്റെ റസൂല് ചിരിക്കൂ. അങ്ങനെ പൊട്ടിച്ചിരിക്കാതെ നബിതങ്ങൾ വാ തുറന്ന് ചിരിച്ചോ, അവിടെ ചിരിക്കേണ്ട ഇബാദത്ത് ചിരിയാകുന്ന സന്ദർഭമാണ്. അവിധത്തിൽ വരുമ്പോഴേ അള്ളാഹുവിന്റെ റസൂല് ചിരിക്കുകയുള്ളൂ. അപൂർവം ഉഹദ് യുദ്ധം സ്വഹാബാക്കളെല്ലാവരും അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്നും റസൂലിന്റെ തിരുഹളറത്തിൽ നിന്നും ഓടി. യുദ്ധത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിയിൽ പെട്ടെന്നുണ്ടായ ഒരു യുദ്ധത്തിന്റെ ഗതിമാറ്റത്തിൽ പരാജയത്തിലേക്ക് സ്വഹാബത്ത് നീങ്ങിക്കാണുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നിരസിച്ച ഒരു കൂട്ടം 19 അംഗങ്ങളടങ്ങുന്ന ഒരു സംഘത്തിന്റെ ചെയ്തി നിമിത്തം അള്ളാഹു ഉഹദ് രണാങ്കണത്തിൽ പരീക്ഷണം നൽകിയപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന കിംവദന്തി പരന്നപ്പോ ഇനി നായകനില്ലല്ലോ, ഇനി നേതാവില്ലല്ലോ, യുദ്ധത്തിന്റെ നിലയെന്താ, ഇനി യുദ്ധം തുടരണമോ എന്നറിയില്ലല്ലോ, റസൂല് വഫാത്തായല്ലോ എന്ന് കണ്ടപ്പോ യുദ്ധത്തിന്റെ ഗതി മാറിയോ എന്നറിയാത്ത പരിഭ്രാന്തിയിൽ സ്വഹാബാക്കളൊക്കെയും ഓടി. നബിയുടെ ഹദറത്തിൽ നിന്നോടി. വളരെ അപൂർവം ചിലർ മാത്രമേ നിന്നുള്ളൂ. അക്കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട സ്വഹാബികൾ നബിയുടെ തിരുഹളറത്തിൽ നിന്ന് പൊരുതുന്ന കൂട്ടത്തിൽ നബിയെ തലങ്ങും വിലങ്ങും നിന്നുകൊണ്ട് സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഏതെങ്കിലും ഒരു അനുയായിയോട് അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ ബാപ്പയും ഉമ്മയും നിങ്ങൾക്ക് ദണ്ഡമാണ് എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് മാത്രമേയുള്ളൂ. അറബികളുടെ സാധാരണ വാക്യമാണിത്. ഏതൊരു സ്വഹാബിയെ നബി തങ്ങൾ വിളിച്ചാലും ആ സ്വഹാബി ഉത്തരം നൽകുക, ലബ്ബൈക് യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മി, എൻ്റെ ബാപ്പായും ഉമ്മായും തങ്ങൾക്ക് ദണ്ഡമാണ്. ഇത് സമർപ്പണത്തിന്റെ വാക്കാണ്. തന്നെ അള്ളാഹുവിന്റെ റസൂലിന് തന്റെ ബാപ്പായും ഉമ്മായുമാണ് ലോകത്തെ ഏറ്റവും വീര്യപ്പെട്ടത്. അത് അറബികളുടേതാട്ടോ. നമുക്ക് വീര്യപ്പെട്ടത് ബാപ്പായും ഉമ്മായും തന്നെ വിടും. അറബികൾ തന്നെ കൂട്ടേക്ക് ബാപ്പാ ഉമ്മ, ബാപ്പാന്റെ കുടുംബം ഉമ്മാന്റെ കുടുംബം വമ്പം വീര്യ. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അമ്മ തന്നെ ദുർവ്യൻ പിതൃ സഹോദരൻ എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ സ്ഥാനം അവർ കൽപ്പിക്കുക തന്നെ ചെയ്യും. ഹാലത്ത് മാതാവിന്റെ ഏട്ടത്തി അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും മാതാവിന്റെ സ്ഥാനം അവർ കൽപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് അറബികളുടെ സംസ്കാരം. ഈ സംസ്കാരപ്രകാരം അറബികൾക്ക് ഏറ്റവും വിലപ്പെട്ടത് ബാപ്പയും ഉമ്മയും. ആ ബാപ്പാനെയും ഉമ്മാനെയും ഞാൻ ദണ്ഡമാക്കിയിട്ട് തങ്ങളെ രക്ഷിക്കാൻ തയ്യാറാണ് എന്നുള്ള വാചകം ബാപ്പാനെയും ഉമ്മാനെയും കൊടുക്കാനും വിൽക്കാനും ഉള്ളതല്ല, യാഥാർത്ഥ്യം ഉദ്ദേശിച്ചുള്ളതല്ല, സമർപ്പണത്തിന്റെ ആലങ്കാരിക പ്രയോഗമാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരാളോട് പറയാൻ പാടില്ലല്ലോ, പറയേണ്ട സന്ദർഭമല്ല. ആരോടൊക്കെയാ പറയാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആരോടും പറഞ്ഞിട്ടില്ല. ഈ സന്ദിഗ്ധ വേളയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ നിന്ന് കിട്ടുന്നവരെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ആളുകൾ നടക്കുമ്പോ ഖുറൈശികളിൽപ്പെട്ട ശത്രുക്കളിൽപ്പെട്ട വലിയ കിങ്കരന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ നിന്ന് കിട്ടുന്നവരെ നിഷ്കരണം വധിച്ചുകൊണ്ടിരിക്കുമ്പോ ആളുകളെ കരിച്ച് കടന്നു നീങ്ങുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേർക്ക് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നു, ഇർമി ഫിദാക അബീ വ ഉമ്മി. സഅദ്, നിങ്ങൾ എറിയുക, അമ്പെയ്യുക. ദൂരേക്ക് പോകുന്ന ആയുധം അമ്പേ ഉള്ളൂ. അത്യാവശ്യം ദൂരേക്ക് പോകുന്ന ആയുധം. ഇങ്ങോട്ടടുത്താൽ കയ്യിൽ വാളില്ല, പരിചയില്ല, വെട്ടും കുത്തും തടുക്കാൻ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് വരുന്ന ആ ശത്രുവിനെ, മുസ്ലിമീങ്ങളുടെ സേനയെ കരിക്കുന്ന വിധം മുന്നോട്ട് നീങ്ങുന്ന ആ മനുഷ്യനെ അമ്പയ്യാൻ വേണ്ടി റസൂല് കൽപ്പിക്കുക, ഇർമി ഫിദാക അബീ വ ഉമ്മി. എൻ്റെ ഉമ്മായും ബാപ്പായും അങ്ങേക്ക് തരാം, നിങ്ങൾക്ക് തരാം, സഅദ് അമ്പയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അമ്പയ്യാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആവണാനിയിൽ അമ്പില്ല. തീർന്ന് അവസാനം കൂർപ്പില്ലാത്ത അമ്പ, കൂർപ്പില്ലാത്ത ഒരു അമ്പ എനിക്ക് കിട്ടിയത്. ആ അമ്പെടുത്തിട്ട് ഞാൻ അങ്ങ് ആ ശത്രുവിന്റെ നേരേക്ക് എയ്തപ്പോ അയാൾ അതാ പൊളിഞ്ഞങ്ങ് വീണെന്ന് മാത്രമല്ല അയാളുടെ ഔറത്തും വെളിപ്പെട്ടു, നഗ്നതയും വെളിപ്പെട്ട് അയാൾ വീണു. ഈ വീണത് കണ്ടിട്ട് ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു. അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചുപോയി. ആ ചിരിയിൽ തങ്ങളുടെ കൂട്ടുപല്ലുകൾ പുറത്തു കണ്ടു. കൂട്ടുപല്ലുകൾ ഒന്നിച്ച് കണ്ടേക്കാം. നവാജിദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് തേറ്റപ്പല്ലിന്റെ അപ്പുറത്ത് കൂട്ടുപല്ലിന്റെ തുടക്കപ്പല്ലുകൾ എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പം മുഴുവൻ പല്ലും കാണുന്നില്ല.
അല്ലെങ്കിൽ അങ്ങേ തലക്കത്തെ 4 കോട്ടുപല്ലുണ്ടല്ലോ അവസാനം വരണേ, ആ കോട്ടുപല്ലാണെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കോട്ടുപല്ലും കണ്ടു എന്നാവണോ? അല്ലെങ്കിൽ നിർണയമില്ലാതെ ഇന്നത് എന്ന് തിട്ടപ്പെടുത്താതെ വെറും അളുറാസ് കോട്ടുപല്ലുകൾ എന്ന അർത്ഥമുണ്ട്. അതാണ് ഹദീസിൽ മിക്കപ്പോഴും ഉദ്ദേശം എന്നാണ് ഹദീസ് നിരൂപകന്മാരും ഹദീസിന്റെ പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അർത്ഥം വെക്കണ്ടു, കോട്ടുപല്ലുകൾ വെളിപ്പെടുവോളാം. കോട്ടുപല്ലുകൾ വെളിപ്പെടും വരെ റസൂലുള്ള ചിരിച്ചു. ഒച്ചൊന്നുമില്ല, കക്കയില്ല, കത്തുമല്ല. അള്ളാഹുവിന്റെ റസൂൽ അപ്പൊ കോട്ടുപല്ലുകൾ വെളിപ്പെടുന്നത് വരെ ചിരിച്ചുപോയി. ബുഖാരിയും മുസ്ലിമിന്റെ വേദന ചെയ്ത ഹദീസ് കാണാം. ഇങ്ങനെയുള്ള അപൂർവ സന്ദർഭങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ടുണ്ട്. അത് ചിരിക്കേണ്ട സന്ദർഭമാണ്. കേവലം മറ്റുള്ളവരുടെ ഫലിതവും നർമ്മവും ആസ്വദിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സംവേദനശേഷിയും ആസ്വാദനശേഷിയും രണ്ടുമുള്ളവരായിരുന്നു. അങ്ങോട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ഫലിതം നിറഞ്ഞ മനസ്സായിരുന്നു റസൂലുള്ളാഹിക്ക്. നല്ല തുളച്ച ഫലിതം, ചിന്തോദ്ദീപകമായ ഫലിതവാക്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കേവലം ആസ്വദിക്കാൻ മാത്രമല്ല, സംവേദനത്തിന്റെയും മനസ്സുള്ള നല്ല അഷ്റഫുൽ ഖൽഖ് തങ്ങൾ നല്ല ഒരു സഹൃദയനായിരുന്നു. ആ സഹൃദയനായ നബി മനുഷ്യപ്രകൃതിയിൽ നിന്നും പുറകോട്ട് തിരിഞ്ഞു നിൽക്കുമെന്നും ശരിക്കുള്ള മനുഷ്യന്റെ ഭാവങ്ങൾ കാണാതിരിക്കുമെന്നും നമുക്കൊരിക്കലും ചിന്തിച്ചുകൂടാ. സാധാരണ മനുഷ്യൻ ചിരിക്കുമല്ലോ, ചിരിക്കേണ്ട സന്ദർഭങ്ങളുണ്ടല്ലോ. സാധാരണ മനുഷ്യന്മാരിൽ ഫലിതപ്രിയരുണ്ടല്ലോ, അത്തരം ആളുകളെ അംഗീകരിക്കണമല്ലോ. ഫലിത ശിരോമണികൾ റസൂലുള്ളാഹിന്റെ സ്വഹാബികളിലുമുണ്ടല്ലോ, അവരെയും അംഗീകരിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ലോകർക്കെല്ലാവരിലേക്കുമായി അന്ത്യദിനം വരെ അയക്കപ്പെട്ട മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുടുക്കുകൾക്കും നബിയാണ്. അവർക്കും ഹബീബായ നബിയാ വേണ്ടേ. ഫലിതപ്രിയർക്കും നബിയാണ്, നർമ്മരസക്കാർക്കും നബിയാണ്, ചിരിപ്പിക്കുന്നവർക്ക് നബിയാണ്, ചിരിക്കുന്നവർക്ക് നബിയാണ്. അവർക്കൊക്കെ ഏറ്റവും പിരിശപ്പെട്ട നബിയുമാകണമെങ്കിൽ അവരുടെ പ്രകൃതത്തിനൊത്ത വിധം ചിരി എന്ന മനുഷ്യ പ്രകൃതിക്ക് നേരെ ഉടന്തിടഞ്ഞു നിൽക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് പറ്റില്ല. അതുകൊണ്ട് ചിരിപ്പിക്കുമ്പോൾ ചിരിക്കുകയും മറ്റുള്ളവർക്ക് ചിന്തയോടൊപ്പം ചിരിയും സമ്മാനിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ ഇത് കാണാൻ. ചിരി തീരെ പാടില്ല, ചിരി നിഷിദ്ധമാണ് എന്ന് കരുതിയിരിക്കാൻ പറ്റൂല. നമ്മൾ ചിരിക്കുന്നവരും ഫലിത ശിരോമണികളും അവരുടെ ഫലിതങ്ങൾ നൽകട്ടെ. പക്ഷെ നൽകുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. വിശ്വാസികളാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ, അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചിരിക്കുന്ന സന്ദർഭങ്ങൾ ചിന്തിക്കുക. ലഹാഖ് ഇബ്നു സുഫിയാൻ അൽ കിലാബി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഹാബിയാണ്. അദ്ദേഹം തീരെ കാണാൻ മൊഞ്ചില്ലാത്ത, കണ്ടാൽ അറക്കുന്ന വിരൂപനായ ഒരു മനുഷ്യനാണ്. ദമീം, കബീർ, വളരെ മോശം, കാണാൻ ഒരു ചൊങ്കും ചേരുമില്ലാത്തൊരു മനുഷ്യൻ. വർണ്ണവും രൂപവും കോലൊക്കെ അങ്ങനെ. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്ലാം കൊണ്ട് ബൈഅത്ത് ചെയ്തു മുസ്ലിമായി. മുസ്ലിമായിട്ട് നബിയുടെ സദസ്സിൽ നിൽക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ റൂമിലാണ്. അന്ന് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലുള്ള നബിയുടെ ഭാര്യമാർ സദസ്സിലുണ്ടെങ്കിൽ അവർ ശരീരത്തിന്റെ വണ്ണം പോലും മറച്ച് മറ്റൊരു സ്ഥലത്തും മറയിടയിൽ തൂക്കിയിട്ടുമല്ല, അവർ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും. ഇസ്ലാമിന്റെ ആദ്യകാലമാണ്. ആയിഷ ബീവി തന്നെ ചെറിയ കുട്ടിയാണ്. ഹിജറ 4-ാം കൊല്ലത്തിൽ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നുണ്ട്. അന്ന് ആയിഷ ബീവിക്ക് കുറഞ്ഞ വയസ്സേ കാണുള്ളൂല്ലോ. ഹിജറക്ക് വരുമ്പോൾ ഒരു 10, 13, 12 വയസ്സൊക്കെ കാണുള്ളൂ. അതിന്റെ മുൻപായി സംഭവം ആയിഷ ബീവി ഉണ്ട്. ഏതായാലും ഈ രസികനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ട് കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന ഇന്ദി ഇംറാത്തൈനി അഹ്സന മിൻ ഹാദിഹിൽ ഹുമൈറ. ഈ കൊച്ചു ചുകപ്പിയേക്കാൾ ചൊങ്കുള്ള 2 പെണ്ണുങ്ങൾ എൻ്റെ അടുത്തുണ്ട് നബിയെ. ഈ കൊച്ചു ചുകപ്പി എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മണവാട്ടി ആയിഷ ബീവിയെ പറയുന്നതാണ്. ഈ കൊച്ചു ചുകപ്പിയേക്കാൾ മൊഞ്ചുള്ള 2 പെണ്ണുങ്ങൾ എനിക്കുണ്ട്. ആയിഷ ബീവി പറയാ, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുൻപാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കൊച്ചു ചുകപ്പി എന്ന് പറയാൻ എന്നെ ചുണ്ടാൻ കഴിഞ്ഞത്. അഫല അൻസിലുലക നിഹ്ദാഹുമാ, ഒരു പെണ്ണിനെ ഞാൻ തങ്ങൾക്ക് വേണ്ടി കാര്യം തീർത്തിട്ട് തങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് സമ്മാനിക്കട്ടെ, തങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തരട്ടെ. ഫതസവ്വജഹ, എങ്കിൽ തങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാം. ആയിഷത്തു ജാലിസത്തും തസ്മഉ, ആയിഷ ബീവി ഇത് കേട്ടുകൊണ്ടേയിരിക്കുക റസൂലിന്റെ മുമ്പിൽ. തങ്ങൾക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം പിന്നെ അള്ളാഹുവിന്റെ റസൂല് കല്യാണം കഴിച്ച, ഏറ്റവും അടുത്തായി കല്യാണം കഴിച്ച 2 മഹദികളാണ് ബഹുമാനപ്പെട്ട സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാടിന് ശേഷം നബി തങ്ങൾ കല്യാണം കഴിച്ച ആയിഷ റളിയല്ലാഹു അൻഹ
മഹദി അവർകൾ അന്ന് അവിടെ ഇരിക്കുന്നു സൗദാ ബീവി എന്നപ്പോൾ ഉള്ളൂ. അക്കാലത്ത് ആയിഷാ ബീവി ഇരിക്കുമ്പോൾ ആ സംസാരം ആയിഷാ ബീവി ഇത് കേൾക്കുന്നു. അപ്പൊ ആയിഷാ ബീവി ആ കൂട്ടത്തിൽ കയറിയിട്ട്, ബുദ്ധിമതിയല്ലേ, എന്തൊരു ബുദ്ധിമതി! ഈ ബുദ്ധിമതിയായ ആയിഷ മെല്ലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തങ്ങൾ കേൾക്കെ ചോദിച്ചു, നിങ്ങൾ നബിക്ക് വേണ്ടി സമ്മാനിക്കാൻ തൊലാക്ക് ചൊല്ലിക്കൊടുക്കാന്ന് പറയുന്ന ആ പെണ്ണാണോ കാണാൻ നല്ല ചന്തം, അതോ നിങ്ങളോ? ഇയാൾ വളരെ വിരൂപനാണ്. കണ്ടാൽ കാർക്കിച്ചു തുപ്പും. നമ്മളെ കാലത്തുള്ള കുണ്ടന്മാരാണെങ്കിൽ അത്ര ചെറുപ്പക്കാരൻ. ആ കാണാൻ ചന്തമില്ലാത്ത കബീഹായ ദമീമായ ഈ മനുഷ്യനോട് ആയിഷാ ബീവി ചോദിച്ചു, നിങ്ങൾ നബിക്ക് സമ്മാനിക്കാൻ പറഞ്ഞ ആ പെണ്ണോ അതോ നിങ്ങളോ ഏറ്റവും ചുങ്ക്? ഇയാൾ പറഞ്ഞു, അതോ ബൽ അന അഹ്സനു മിൻഹാ, ഓളെക്കാൾ ചുങ്ക് ഞാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫലിതം ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചിരിച്ചു. ആയിഷാ ബീവിയുടെ ചോദ്യം കേട്ടിട്ട് ആയിഷാ ബീവി സന്ദർഭത്തിൽ ഇടപെട്ടുകൊണ്ട് ചോദിച്ച ചോദ്യം അത് അല്ലാഹുവിന്റെ റസൂലിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇത്തരം സന്ദർഭത്തിൽ ചിരിക്കാത്തവൻ മനുഷ്യനാണോ? മനുഷ്യനല്ല. ദേഷ്യം പിടിക്കേണ്ട സന്ദർഭത്തിൽ ദേഷ്യം പിടിക്കാത്തവൻ കഴുതയാണ് എന്ന് മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ചിരിക്കേണ്ടിടത്ത് ചിരിക്കാത്തവരും മനുഷ്യരല്ല. ചിരിക്കേണ്ടിടത്ത് ചിരിക്കണം, അസ്ഥാനത്ത് ചിരിക്കരുതെന്നേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചിരിച്ചുപോയി. ഇത്തരം സന്ദർഭങ്ങളിൽ നബി ചിരിക്കും. കുടുംബത്തിലുള്ള സന്തോഷങ്ങളിൽ നബി ചിരിക്കും. ആയിഷയും സൗദാ ബീവിയും മാത്രമായിരുന്നു അന്ന് ഭാര്യമാരെന്ന് പറഞ്ഞല്ലോ. അന്നൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നല്ലൊരു ഇറച്ചി പലഹാരം ഉണ്ടാക്കി. ആ ഇറച്ചി പലഹാരവുമായി നബി തങ്ങളുടെ സദസ്സിൽ വന്നു. തങ്ങളും ഉണ്ട്, സൗദാ ബീവി ഉണ്ട്. അവിടെ ആയിഷാ ബീവിയോട് ചെറിയ പലഹാരം കൊണ്ടുവന്നു. ഹസീറ, ഇറച്ചി മുറിച്ച് ചെറിയ നുറുക്കാക്കിയിട്ട് ലേശം പൊടിയിട്ടിട്ട് വേവിക്കുന്ന ഇറച്ചി പലഹാരം. നമ്മൾ ഈന്തും പൊടി ഇറച്ചിയും വെക്കൂലേ, ഇറച്ചിയും പൂളിയും വെക്കുന്ന മാതിരി ഇറച്ചി നുറുക്കിയിട്ട് അതിൻ്റെ മേലിൽ പൊടി ഇട്ടിട്ട് കൂട്ടുന്നൊരു പലഹാരമാണ് ഹസീറ. ഇത് നല്ല ഇഷ്ടമാണ് അറബികൾക്ക്. ഇതുണ്ടാക്കി റസൂലുള്ളാഹിക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സൗദാ ബീവിനോട് തിന്നാൻ പറഞ്ഞിട്ട് തിന്നില്ല. സൗദയോട് ആയിഷാ ബീവി പറഞ്ഞു, കുലി തിന്നിന്ന് പറഞ്ഞു. മൂപ്പത്തി പറഞ്ഞില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് ആയിഷാ ബീവിക്ക് പറ്റില്ല. ഇത് സൗദാ ബീവിയുടെ സദസ്സിൽ ആയിഷ ചക്കുളത്തിയാണല്ലോ. അപ്പൊ ചക്കളത്തെ ആയിഷ ഉണ്ടാക്കി കൊണ്ടുവന്നു എന്ന അർത്ഥത്തിൽ ആ സൗദാ ബീവി തിന്നാത്തത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ തിന്നോ, നിങ്ങൾ തിന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ചിറി തേക്കുന്നു, നിങ്ങളുടെ ചിറി തേക്കുന്നെടുത്തിട്ട് മുഖത്ത് തേക്കൂന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, സൗദാ ബീവി മോശമല്ലോ. അന്ന് സൗദാ ബീവി മോശമല്ല. സൗദാ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ വാർദ്ധക്യം ചെന്ന് വയസ്സായിട്ട് വളരെ കുഴങ്ങിയപ്പോ നബിയുടെ ആ രാത്രി കൂടി ആയിഷാ ബീവിക്ക് സമ്മാനിച്ചവരാണ് സൗദ റളിയല്ലാഹു അൻഹ. അപ്പൊ സൗദാ ബീവി ആയിഷാ ബീവിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട്. അപ്പൊ സൗദാ ബീവി പറഞ്ഞു, ഞാൻ തൊടൂല, ഞാനത് തൊടൂല. അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിൽ വെച്ചാണ്. പക്ഷേ സദസ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യണല്ലോ, സത്യം ചെയ്ത പറച്ചിലല്ലേ. ആയിഷാ ബീവി നേരെ എഴുന്നേറ്റിട്ട് കയ്യിലൊരു ലേശം ഈ പലഹാരം ഇറച്ചിക്കറി പിടിച്ചിട്ട് ഈ ഇറച്ചിന്റെ പലഹാരം സൗദാ ബീവിന്റെ ചിറിയിൽ മുഖത്ത് വന്നായിട്ടും തുടച്ചു. അള്ളാന്റെ റസൂൽ ഇത് കാണുകയാണ്. റസൂലുള്ളാഹി ജാലിസും ബൈനി വ ബൈനഹാ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അപ്പൻ നബി എന്റെയും സൗദാന്റെയും ഇടയിൽ ഇരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ തന്റെ കാൽമുട്ടുകൾ സൗദാ ബീവിക്കൊന്ന് പോരാൻ വേണ്ടിയിട്ട് താഴ്ത്തി കൊടുത്തു. മുട്ട് ഒന്നിച്ചിരിക്കുന്ന നബി തങ്ങൾ മുട്ട് താഴ്ത്തി കൊടുത്തു, ചവിട്ടിപ്പുറത്താക്കിയിട്ട് അവർക്ക് പോരാൻ. സൗദാ ബീവി അവർക്ക് എന്നിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റിൽ നിന്നൊരു ലേശം അവരെടുത്തിട്ട് എന്റെ ചിരിയിലും മുഖത്തും അവരും വാരിപ്പൊത്തി. തന്റെ പത്നിമാര് ചെയ്യുന്ന ഈ വിനോദം കണ്ട്, സന്തോഷം കണ്ട്, അത്യാവശ്യം പക തീർക്കലുണ്ടാവാ, എന്നാലും ഈ സന്തോഷം കണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചിരിച്ചുപോയി. ഇത്തരം കുടുംബ ഫലിതങ്ങളിൽ തങ്ങൾ ചിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ അടങ്ങിയിരുത്തുന്ന തമാശ നബി ആസ്വദിക്കും. അങ്ങനെ ആസ്വദിക്കുന്നവരാണ് നബി. ആസ്വാദനം മാത്രമല്ല, തങ്ങൾ തമാശ കൊടുക്കാനും ഫലിതം പറയാനും പ്രിയനാണ്. നബിയുടെ മിസാഹ്, തമാശകളും ഫലിതങ്ങളും എത്രയോ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചിന്താദീപകമായിരിക്കും, പഠിക്കാനുണ്ടാകും, അതിൽ ഉപകാരപ്രദമായിരിക്കും. അത്തരം ഇടത്താ നബി അത്തരം തമാശ പറയുകയുള്ളൂ. ഒരു ചെറിയ സംഭവം വരിക. ഖവ്വാത്ത് ഇബ്നു ജുബൈർ, അൻസാരിയായ സ്വഹാബിയാണ്. ഖവ്വാത്ത് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ മക്ക ജീവിതകാലത്ത്
മക്കയിൽ ഒരിടത്ത് ബനൂ കാബ് ഗോത്രക്കാരിലെ ഒരു പെണ്ണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തൻ്റെ ചുറ്റും നിറയെ പെണ്ണുങ്ങൾ. ഇസ്ലാമുള്ള ആളല്ല, മുസ്ലിമല്ലാത്തവർ, അമുസ്ലിമായ മുശ്രിക്കീങ്ങളിൽപ്പെട്ട രീതിയിൽ ഒരാൾ ഇരിക്കുകയാണ്. കുറേ പെണ്ണുങ്ങളും. അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു. തങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു, പെണ്ണുങ്ങളെ കൂട്ടമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒരു പുരുഷൻ കുറേ പെണ്ണുങ്ങളൊപ്പം ഇരിക്കുമ്പോൾ സ്വാഭാവികമായും തങ്ങൾ അവിടെ ചോദിക്കണമല്ലോ, സുഹൃത്താണ്. ആ നിലക്ക് തങ്ങൾ ചോദിച്ചു, യാ അബാ അബ്ദുല്ലാ മാലക മഅൻ നിസ്വ, അബൂ അബ്ദുള്ള നിങ്ങൾക്ക് എന്താ ഈ പെണ്ണുങ്ങളൊപ്പോ? അല്ലാഹുവിൻ്റെ റസൂലിന്റെ ചോദ്യം. ഇദ്ദേഹം ആകെ ചൂളി. അദ്ദേഹം പെട്ടെന്ന് കിട്ടൊരു മറുപടി പറഞ്ഞു, യഫ്തുൽന ദഫീറൽ ജമലി ലീ ശറൂദിൻ, യഫ്തുൽന ദഫീറ ജമലി ലീ ശറൂദിൻ. ഒരു വഴങ്ങാത്ത മോട്ട് കാട്ടുന്ന ഒരു വലിയ ഒട്ടകുണ്ട്. ആ ഒട്ടകത്തിൻ്റെ മുടിക്കെട്ടുകൾ നോക്കിയിട്ട് പേന്നുള്ളിയെടുക്കുകയാണ് ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു. ഒട്ടകത്തിന് പേൻ കടിക്കും, നമുക്കുള്ള മാതിരി തന്നെ ഈ പേന് നുള്ളിയെടുത്തും കൊണ്ടിരിക്കുകയാണ് ഈ മുടിക്കെട്ടുകൾ നോക്കിയിട്ട് ഇവര്. അതാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ കടന്നും പോയി. തങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഈ വഴിക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ഈ പാവം വിചാരിച്ചിട്ടില്ല. തങ്ങൾ കുറേ നേരം കഴിഞ്ഞതിൻ്റെ ശേഷം ആവശ്യം കഴിഞ്ഞ് അതിലെ തന്നെ വന്നപ്പോഴും ഉണ്ട് ഈ പെണ്ണുങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ അബാ അബ്ദില്ലാ അമാ തുരിക ദാലികൽ ജമലു ശറാത്ത്, നിന്റെ മോട്ട് കാട്ടുന്ന ഒട്ടകം ഇഞ്ഞും വിട്ടിട്ടില്ലേന്ന് ചോദിച്ചു. ഇത്ര നേരമായിട്ട് നിന്റെ ഈ മോട്ട് കാട്ടുന്ന ഒട്ടകത്തെ വിട്ടിട്ടില്ലേന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ അപ്പോഴും ഉണ്ട്. പെണ്ണുങ്ങൾ ഈ ഒട്ടകത്തെ നോക്കിക്കൊണ്ടിരിക്കാന്നല്ലോ. വഴങ്ങാത്ത ഒട്ടകം അത്ര അടുത്ത സമയമൊന്നും മനുഷ്യൻ്റെ അടുത്ത് ഇരിക്കൂല. ഇത് വെച്ചിട്ടൊരു നല്ല അലങ്കാര പ്രയോഗാനുഭീതങ്ങൾ നടത്തുന്നു. നിന്റെ ഈ വഴങ്ങാത്ത മോട്ട് കാട്ടുന്ന ആ ഒട്ടകത്തെ ഇഞ്ഞും വിട്ടിട്ടില്ലേ, എപ്പോഴും ഒഴിവാക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയുകയാണ്, ഫസകത്തു, എനിക്കൊന്നും പറയാൻ കിട്ടില്ല. വസഹയതു, ഞാൻ നാണിച്ചു പോയി. തങ്ങളെ കാണുമ്പോഴൊക്കെ ഇതിന്റെ നാണോർത്തിട്ട് പിന്നെ ഞാൻ ഓടും. നമ്മക്കെന്ത് കൂസല? നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് അങ്ങനെ ഇരുന്നിട്ട് ഏറ്റവും വീര്യപ്പെട്ട ഒരാൾ ഇങ്ങനെ ചോദിക്കാനും കാണാനും ഇട വന്നാൽ തന്നെ നമുക്ക് വല്ല കൂസലുണ്ടാവുമോ? അള്ളാഹുവിന്റെ റസൂല്, അന്ന് റസൂലാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനാണ്, മുശ്രിക്കാണ്. മുശ്രിക്കായ ഇദ്ദേഹം മാന്യത കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ച ഈ ചോദ്യത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഫലിതത്തിന്റെ മുമ്പിൽ അടങ്ങിയിട്ടുള്ള ആ സന്ദർഭവും നർമ്മവും ചിന്തയും അദ്ദേഹത്തിന് വളരെ വലിയ നാണമുണ്ടാക്കി. അദ്ദേഹം പറയാ, പിന്നെ നബിനെ കാണുമ്പോൾ ഞാൻ ഓടും. ഹത്താ ഖദിംതുൽ മദീനത്ത, വിശ്വസിച്ചുകൊണ്ട് സ്വഹാബിയായി മദീനത്ത് എത്തോളം ഞാൻ ഇങ്ങനെ തന്നെ നബിനെ കാണാതെ ശ്രദ്ധിച്ചു. മദീനത്തെത്തിയാൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിനായിട്ട് വിശ്വസിച്ചു. മദീനത്ത് ഞാൻ എത്തി, അപ്പോഴും കാണാതിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നതായിട്ടാണ് നബി കണ്ടത്. ഞാൻ നിസ്കരിക്കുമ്പോൾ ഫജലസ ഇലയ്യ, തങ്ങൾ എൻ്റെ അടുത്ത് അവിടെ വന്നിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർക്കാനിരുത്തി. പണ്ടേ കണ്ടുവരുന്ന ഈ ചോദ്യം ചോദിക്കൂ എന്നുള്ള പ്രയാസം, ആ ചോദ്യം ചോദിച്ചിട്ട് നബിൻ്റെ മുഖത്ത് നോക്കാനുള്ള പ്രയാസം, ആ നാണം നോക്കണം നിങ്ങൾ, നാണം. അദ്ദേഹം ഈ നാണം തൊട്ടും കണ്ട് നിസ്കാരിക്കുമ്പോൾ ഫജലസ ഇലയ്യ, എൻ്റെ അടുത്തേക്ക് ഇരുന്നപ്പോൾ ഫത്വവ്വൽതു, അപ്പം ഞാൻ നിസ്കാരം അങ്ങ് നീട്ടി. സലാം വീട്ടുകാരല്ലേ നബി മിണ്ടുള്ളൂ. അപ്പം തങ്ങൾ കുറച്ചേരം ഇരുന്ന് മടുത്തോളും എത്തിയിട്ട് ഞാൻ കുറച്ച് നീട്ടി. തങ്ങൾ പറഞ്ഞു, ലാ തുതവ്വിൽ ഫഇന്നി അൻതളിറുക, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്, വല്ലാതെ നീട്ടണ്ട, കണ്ടേ പോകൂന്ന് റസൂലുള്ളാഹി, നിന്നെ കണ്ടേ പോകൂന്ന്. ഇദ്ദേഹത്തെ ചിന്തിപ്പിക്കണം, ഇദ്ദേഹത്തിൽ നിന്ന് ഈ മടി മാറ്റണം. മടി മാറ്റിയാൽ പോരാ, ഇതിനാധാരമായ സ്വഭാവം അദ്ദേഹത്തിൽ നിന്ന് നീക്കണം. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ലക്ഷ്യം. അപ്പം ഞാൻ സലാം വീട്ടിയേക്ക് നബി തങ്ങൾ ചോദിച്ചു, അബാ അബ്ദുല്ലാ അമാ തുരിക ദാലികൽ ജമലു ശറാത്ത്, എൻ്റെ ആ പണ്ടത്തെ മോട്ട് കാട്ടണ ഒട്ടകം ഇഞ്ഞു ഒഴിവാക്കിയിട്ടില്ലേന്ന് ചോദിച്ചു. നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്ന മദീനത്തെ പള്ളിയിൽ നിന്ന് അദ്ദേഹം പറയുന്നു, ഞാനാകെ കുഴങ്ങിപ്പോയി. പിന്നെയും നബിയെ കാണാതെ തന്നെ ഞാൻ ഇരുന്നു. പിന്നെ നബിയെ കാണാതിരുന്നിട്ട് നബിയെ കാണാതെ ശ്രദ്ധിച്ചുകൊണ്ടേ പോയി. ഇതിനിടയിൽ ഒരിക്കൽ ഞാൻ വഴിയെ സഞ്ചരിക്കുമ്പോൾ തങ്ങളുണ്ട് ഒരു കഴുതപ്പുറത്ത് എൻ്റെ ഒപ്പം കൂടുന്നു, എന്നെ പിടിക്കാൻ. എന്നെ തങ്ങൾ വാഹനത്തിന്മേൽ പിന്തുടരുന്നു. ഞാൻ നടന്നു പോകുമ്പോൾ കഴുതപ്പുറത്ത് നബി ഇരിക്കുന്നതോ ബൈക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇരിക്കുന്നത് പോലെ രണ്ട് കാലും ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ടാണ്. അങ്ങനെ ഇരിക്കാം. സാധാരണ ഒരു കാലപ്പുറം ഒരു കാലപ്പുറം, അതാണ് ശരിയായിരുത്തും. ഇടയ്ക്ക് പെട്ടെന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടോർ സൈക്കിളിൽ ഇരിക്കണമാതിരി ഇരിക്കുക, രണ്ട് കാലം ഒപ്പുറത്തിട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴുതപ്പുറത്ത്. എന്നിട്ട് നബി തങ്ങൾ പെട്ടെന്ന് ഇറങ്ങാനുള്ള ഭാവത്തിൽ ഓടി വരുന്നു.
എന്നെ കണ്ടെത്തിയതും നബി ചോദിച്ചു, അയാ അബാ അബ്ദുല്ലാ അമാ തുരിക്ക ദാലിക്കൽ ജമലു ശർറാത്ത്, ആ പണ്ടത്തെ മോട്ടുകാടിന്റെ ഒട്ടകം ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ. അദ്ദേഹം ധൈര്യം സംഭരിച്ചിട്ട് പറഞ്ഞു, അന്നേരം ഞാൻ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ശരിദ മുൻദു അസ്ലംതു, ഞാൻ മുസ്ലിം ആയതിൽ പിന്നെ ആ ഒട്ടകം മോട്ട് കാട്ടിയിട്ടില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു. നബിക്കും കാര്യം തിരിഞ്ഞു, അദ്ദേഹം കാര്യം വെളിപ്പെടുത്തി. പെണ്ണുങ്ങളൊപ്പം കുത്തിരിക്കുന്ന ആ പരിപാടിയൊക്കെ ഞാൻ ഇസ്ലാമാകുന്നതിൻ്റെ മുമ്പേ നബിയെ മുസ്ലിം ആയിട്ടില്ലതല്ലേ നോക്കണ്ടുള്ളൂ, ഇസ്ലാമായിട്ട് പിന്നെ ആ സ്വഭാവം ഇനിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 2 പ്രാവശ്യം സന്തോഷത്തിന്റെ തക്ബീർ മുഴക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ദി അബാ അബ്ദുല്ലാ, ഈ അബൂ അബ്ദുല്ലക്ക് ഈ ഹിദായത്തിനെ നിലനിർത്തണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് റസൂലുള്ള പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇദ്ദേഹം മുന്തിയ മുസ്ലിമും നല്ല സ്വഭാവമുള്ള ആളും ലൈംഗിക തെറ്റുകളിൽ നിന്നും വൃത്തികേടിൽ നിന്നും തീർത്തും മുക്തനായ സത്സ്വഭാവിയുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള തമാശകളാണ്, ഇങ്ങനെയുള്ള ഫലിതങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഫലിതം. ഇത് കേട്ടിട്ട് ഫലിതത്തിൻ്റെയും നർമ്മത്തിൻ്റെയും കവാടം തുറന്നു വെച്ചുകൂടാന്നാ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ വസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വിജ്ഞന്മാർ പറയുന്നത്. റസൂലുള്ളാഹിന്റെ ഫലിതങ്ങൾ ഉദ്ധരിച്ച് കേട്ടിട്ടോ, റബീഉൽ അവ്വലിൽ ഇത് സംസാരിക്കുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലേഖനത്തിൽ നബിയുടെ ഫലിതങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിട്ട് ഉദ്ധരിച്ചത് വായിച്ച് കേട്ടിട്ടോ ഒരു തമാശക്കാരനായിട്ടും ഫലിതക്കാരനായിട്ടും നർമ്മക്കാരനായിട്ടും മാറാമെന്നും ഒരു ചിരിക്കുട്ടിക്കാകാമെന്നും പക്കുറുട്ടിയാകാമെന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ചാൽ നടപ്പില്ല എന്നും ആ ഭാഗം തന്നെ തുറന്നിടാതെ ഒഴിവാക്കുകയാണ് വേണ്ടതെന്നും മഹാന്മാർ പറയുന്നു. കാരണം എന്താണ്? നബി തമാശ പറയുന്നതിനെ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇന്നീല അംസഹു വലാ ഖുലു ഇല്ലാ ഹഖ്ഖ. തമാശയായി പറഞ്ഞാലും സത്യമേ എൻ്റെ വായിന്ന് വരൂ. തമാശയാണ് എന്ന് കരുതിയിട്ട് ചിരിപ്പിക്കാൻ കള്ളം പറയില്ല. കള്ളം പറയേണ്ട ഒരു നിലപാടോ സത്യമല്ലാത്ത ഒരു വാചകമോ വർണ്ണനയോ എന്നിൽ നിന്ന് വരൂല. വലാ ഖുലു ഇല്ലാ ഹഖ്ഖ, സത്യമല്ലാതെ എന്നിൽ നിന്ന് വരൂല. ഇങ്ങനെ സത്യം മാത്രം തമാശയിലും നർമ്മത്തിലും കൊണ്ടുവരാൻ നബിയല്ലാത്തവർക്ക് സാധിക്കില്ല. മമ്മസാലി പറയുന്നു, വഅമ്മാ ഗൈറുഹു ഇദാ ഫതഹ ബാബൽ മിസാഹ് കാന വറദുഹു അൻ യദ്ഹഖൻ നാസ് കൈഫമാ കാൻ. തൻ്റെ കൂടെ ഇരിക്കുന്ന മനുഷ്യന്മാരൊക്കെ തൻ്റെ ഫലിതം കേട്ട് ചിരിക്കേ പറ്റൂ, ചിരിക്കണം, എങ്ങനെയും ചിരിപ്പിക്കണം എന്നാകും ഇവന്റെ ചിന്ത. അപ്പൊ അവൻ കള്ളം പറയും, വേണ്ടാത്തത് പറയും, തോന്നിയാസം പറയും. അപ്പോഴോ ഫലിതത്തിൻ്റെയും തമാശയുടെയും ജനങ്ങളെ ചിരിപ്പിക്കുന്നതിൻ്റെയും പേരിൽ മുത്തനബി തങ്ങൾ നൽകിയ താക്കീതിൽ പെട്ടുപോകും. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു, ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമത്തി യദ്ഹഖു ബിഹാ ജുലസാഉഹു യഹ്വി ഫിന്നാരി അബ്അദ മിനസ് സുറയ്യാ കമാ ഖാല റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ കൂടെയിരിക്കുന്ന കൂട്ടാളികൾ ചിരിക്കാൻ വേണ്ടി പറയുന്ന വാക്യങ്ങൾ ഓരോന്നോരോ വെടികൾ അവൻ വിടുന്നു. അത്തരം വെടികൾ പൊട്ടിക്കുമ്പോ, അത്തരം വിറ്റുകൾ പറയുമ്പോ ആ വിറ്റുകൾ കേട്ടിട്ട് ആളുകൾ ചിരിച്ചുകൊണ്ടേയിരിക്കുകയും വേണ്ടാത്ത ചിരി ചിരിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ കണ്ണിൽ നിന്ന് എത്രയോ അകലെ കിടക്കുന്ന സുറയ്യ നക്ഷത്രമില്ലേ, കൂട്ടം നക്ഷത്രം, ആ നക്ഷത്രത്തെക്കാൾ അകലെയായി നരകക്കുണ്ടിലേക്ക് അവന്റെ ഈ വാക്യത്തിന്റെ ഫലമായി അവൻ ആണ്ടാണ്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ തമാശ പറഞ്ഞു പൊട്ടിച്ചിരിപ്പിക്കുന്നവനെ പറ്റി പറഞ്ഞ താക്കീതിൽ തമാശയുടെ കവാടം തുറന്നു വെച്ചവൻ പെടും. കാരണം ജനത്തെ ചിരിപ്പിക്കാൻ വേണ്ടി അവൻ പറയും, നമ്മിൽ പലരും ഇതിൽപ്പെട്ടവരാണ്. ജനങ്ങളെ ചിരിപ്പിക്കുന്നത് പലരും എങ്ങനെയാണ്? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചിരിക്കാരും ചിരിപ്പിക്കുന്നവരും, ചിരി ആസ്വദിക്കുന്നവരും ചിരി പകരുന്നവരും, മറ്റുള്ളവരുടെ തമാശ കേട്ട് ചിരിക്കുന്നവരാലോചിക്കണം. നമ്മൾ അങ്ങോട്ട് ചിരിപ്പിക്കുന്നവരും ശ്രദ്ധിക്കണം. നമ്മുടെ നിത്യ സ്വഭാവമാണിത്. ചിരിയാണ് നമുക്ക് കൂടുതൽ. ആ ചിരിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് അല്ലാഹുവിന്റെ റസൂൽ നൽകിയ പാഠങ്ങൾ, ഇസ്ലാം നൽകുന്ന പാഠങ്ങൾ, ഖുർആൻ നൽകുന്ന പാഠങ്ങളാണ് ഞാൻ വിഷയമാക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത്തരം ചിരികൾ ചിരിപ്പിക്കാൻ വേണ്ടി പലരും കാണിക്കുന്നത് വളിഞ്ഞ ഭാഷയാണ്. വളിഞ്ഞ ഭാഷകൾ ഉപയോഗിച്ച് ചിരിക്കുന്നവർ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞ് ചിരിപ്പിക്കുക, മനുഷ്യൻ വായ കൊണ്ട് പറയാൻ പറ്റാത്ത തമാശകൾ പറയുക, മനുഷ്യന്റെ വായ കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത സെക്സുകൾ പറയുക, ഇത് ആസ്വദിച്ചുകൊണ്ട് ചിരിക്കുക. പറയുന്നവരും കേൾക്കുന്നതിനും ഒരുപോലെ. അല്ലാഹുവിന്റെ റസൂൽ ഇത് ചെറുതായി കണ്ടതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ ജന്നത്തു ഹറാമുൻ അലാ കുല്ലി ഫാഹിഷിൻ അൻ യദ്ഖുലഹാ.